ലൈഫ് ഇസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈങ് നത്തിങ്. വില്യം ഷേക്സ്പിയർ പറഞ്ഞ വചനങ്ങളാണ്. ജീവിതം എന്താണ് എന്ന് അറിയാനുള്ള പരക്കം പാച്ചിലിൽ പലപ്പോഴും ജീവിതത്തെക്കുറിച്ച് വളരെ കൗതുകരവും വിസ്മയകരവുമായ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരാറുണ്ട്. ഒരു ജീവിതം ഉണ്ടാക്കാനുള്ള തത്രപ്പാടിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണോ അതിനെ ജീവിതമെന്ന് വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് എപ്പോഴോ എൻ്റെ ഡയറിയിൽ ഞാൻ കുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ യാത്രകൾക്കിടയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു വാക്യം കേൾക്കുന്നു. ലൈഫ് ഈസ് ഈക്വൽ ടു ഗോഡ്. ജീവിതമെന്ന് പറയുന്നത് ദൈവമാണ്. അപ്പോൾ ഈ ഒരു വചനം നമുക്ക് എറിഞ്ഞു തന്നത് അല്ലെങ്കിൽ നമുക്ക് തന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ ഒരു ആക്ട്രസ്സാണ്. മലയാളികൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ലെന കുമാർ എന്ന നടി. അപ്പം മാം ഒരു ആക്ട്രസ് മാത്രമല്ല, മാം കൂടുതൽ ഒരുപാട് കാര്യങ്ങളാണ് എന്നിപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. മാമിൻ്റെ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന പുസ്തകം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതേ ബുക്ക് തന്നെ ഇപ്പോൾ പെൻഗ്വിൻ ബുക്സ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്ന് ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സവിശേഷമായ ഒരു ദിവസമാണ്. ഇന്ന് മാമിനൊപ്പം ഇരിക്കാനും അതോടൊപ്പം തന്നെ മാമിൻ്റെ വിശേഷങ്ങൾ അറിയാനുമുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ആദ്യമേ മാമിനോട് താങ്ക്സ് പറയുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിങ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു ബി വിത്ത് യു. ജസ്റ്റ് ലൈക്ക് എ ഡ്രീം. കാരണം അപ്രപാടികളിൽ കണ്ട ഒരാളിനെ തൊട്ടടുത്ത് കാണുക എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും മാമിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടി ESP പാരാനോർമൽ എന്ന ചാനലിലേക്ക് മാമിനെ ഏറ്റവും ഹൃദ്യമായി ഏറ്റവും സ്നേഹത്തോടെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എസ്പെഷ്യലി യൂട്യൂബ് ഒരു വളരെ ബ്രോഡ് പ്ലാറ്റ്ഫോമാണ്. പക്ഷെ പലപ്പോഴും ആൾക്കാർക്ക് കിട്ടുന്നത് വെറുതെ ഇൻസ്റ്റൻറ്റ് കുറേ ജഗപൊക എൻ്റർടൈൻമെൻറ്റ് എന്നല്ലാതെ നമുക്ക് ജീവിതത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻഫർമേഷനൊക്കെ കിട്ടുന്നത് കുറവാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ ഇതുപോലൊരു ചാനൽ, ഈ ESP പാരനോർമൽ ചാനൽ കൊണ്ട് നടക്കുന്നതിന് തന്നെ ഐ ഷുഡ് കൺഗ്രാറ്റുലേറ്റ് യു. ആൻഡ് യു ഹവ് ബീൻ ഓൾറെഡി കണ്ടിന്യൂയിങ് ഇറ്റ് ഫോർ 3 years എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. താങ്ക് യു. വളരെ സന്തോഷം ഇന്ന് നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഗ്രേറ്റ് ആൻഡ് ഇൻസ്പയറിംഗ് വേർഡ്സ് മാം. അപ്പോൾ റൂമി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ജലാലുദ്ദീൻ റൂമിയുടെ ഒരു കോട്ട് മാമിൻ്റെ ബുക്കിൽ ഞാൻ കണ്ടു. യു ആർ നോട്ട് എ ഡ്രോപ്പ് ഇൻ ദ ഓഷൻ, യു ആർ എ ഹോൾ ഓഷൻ ഇൻ എ ഡ്രോപ്പ്. എത്ര മനോഹരമായിട്ടുള്ള ഒരു വാക്കാണ്, ഒരു വചനമാണ്. ഇപ്പോൾ ലെന എന്ന് പറയുന്ന ആക്ട്രസ് ആക്ച്വലി നമ്മൾ കണ്ടത്, മലയാളികൾ കണ്ടത് എ ഡ്രോപ്പ് ഇൻ ദ ഓഷൻ എന്നാണ്. പക്ഷേ ഇപ്പോൾ ആക്ച്വലി യു ആർ എ ഹോൾ ഓഷൻ ഇൻ എ ഡ്രോപ്പ്. അപ്പോൾ മാം അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ഹൗ യു ആർ കോറിലേറ്റിംഗ് വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? നമ്മളെല്ലാവരും അതാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ നമ്മളത് തിരിച്ചറിയാത്തടത്തോളം നമ്മുടെ ഉള്ളിലൊരു സംഘർഷം ഉണ്ടാവും, അതിൻ്റെ ഡിഫിക്കൽട്ടി ഉണ്ടാവും. നമ്മൾ പറയും നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അത് ഈ ലൈഫിൻ്റെ തന്നെ ഒരു കളി തന്നെയാണിത്. ദാറ്റ് ലൈഫ് ഈസ് ഇറ്റ് സെൽഫ് സെർച്ചിങ് ഫോർ വാട്ട് ഇറ്റ് ഇസ്. ആൻഡ് ഒരു ദിവസം പെട്ടെന്ന് കണ്ടെത്തി, മനസ്സിലായി എന്ന് പറയുന്നൊരു മൊമെന്റ് എത്തുന്നു. ഇത് ഇറ്റ്സ് എ ഗെയിം ഓഫ് ലൈഫ്. ആൻഡ് നമ്മളെല്ലാവരും അത് തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നൊരു മൊമെന്റ് നമുക്ക് എല്ലാവർക്കും വരേണ്ടതാണ്. വരും, എന്തായാലും വന്നിരിക്കും. അതെപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. അതുവരെ ഈ സെർച്ച് എന്നുള്ളൊരു ഗെയിം കണ്ടിന്യൂ ചെയ്യും. ബട്ട് അത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇറ്റ്സ് ജസ്റ്റ് ദ സെയിം ലൈഫ് ഡൂയിങ് ദ ഹോൾ ഗെയിം, പ്ലേയിങ് ഓൾ പാർട്സ്. അപ്പം എനിക്ക് തിരിച്ചറിവുണ്ടായത് 2004 സോ ഐ വാസ് 23 years old. പക്ഷെ ഇതിനെപ്പറ്റി സംസാരിക്കാത്തത് എന്താണ് ഇതുവരെ എന്ന് ചോദിച്ചാൽ, ഒന്ന്, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ. അതല്ലാതെ ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് നമ്മൾ ഒരു സെർച്ചിലോ, നമ്മളിപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ വരെ പോവുകയാണ്, നമ്മൾ ആ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു, നമ്മൾ ട്രെക്ക് ചെയ്യാൻ പോകുന്നു, ഓക്കെ, അത് ആരോടെങ്കിലും പറഞ്ഞാലും നമ്മൾ ഒരു സ്ഥലം വരെ എത്തി, നമ്മൾ അവിടേക്ക് എത്താനുള്ള ഒരു വഴി കണ്ടെത്തി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറസ്ക് ആയിട്ടുള്ള ഒരു വഴി. അതായത് സാധാരണ പോകുന്ന ഹൈവേക്കാളും പെട്ടെന്ന് എത്താവുന്ന ഒരു ഷോർട്ട് കട്ടും കണ്ടെത്തി. എന്നാൽ നല്ല റോഡുമാണ്, നല്ല കാഴ്ചകളും ഉണ്ട്, നമുക്ക് എളുപ്പത്തിൽ എത്തുകയും ചെയ്യാം. എത്തിയതിന് ശേഷമുള്ള കാഴ്ചകൾ പറയാം. ആ ഒരു സ്റ്റേറ്റിൽ എത്തിയിട്ടേ നമ്മുടെ ഇങ്ങനത്തെ സ്പിരിച്വൽ ജേർണി ഷെയർ ചെയ്തിട്ട് കാര്യമുള്ളൂ. ബിക്കോസ് ദെൻ യു ആർ ആഡിങ് വാല്യൂ ടു അതർ പീപ്പിൾ. ഞാനിങ്ങനെ ഒരു യാത്ര പോകുന്നു എന്ന് പറയുന്നതിൽ വേറെ ആർക്കും ഗുണമില്ല. നിങ്ങൾ പോകുന്നുണ്ടോ, നിങ്ങൾക്ക് കൊള്ളാം അല്ലേ? അപ്പം ദാറ്റ് ഇസ് വൈ ഇറ്റ് ടുക്ക് മീ 20 years or more. So it now took me 20 years എന്ന് പറയാം. I am 43 now. At 23 I realized this. So ആ 20 years എന്തിനെടുത്തു എന്ന് ചോദിച്ചാൽ, അത് സത്യത്തിൽ നമുക്ക് ഉണ്ടാവുന്ന അനുഭൂതിയും അനുഭവവും അറിവും
നമ്മുടെ ഓൺ എക്സ്പീരിയൻസ് ആണ്. ഇത് എങ്ങനെ വേറൊരാളിലേക്ക് നമ്മൾ ഒരിക്കലും ആ എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്നത് തന്നെ നമുക്ക് ഷെയർ ചെയ്യാൻ വയ്യ. ഇപ്പൊ നിങ്ങൾ കാണുന്ന കളേഴ്സ് ആണോ ഞാൻ കാണുന്നതെന്ന് നമുക്ക് ഉറപ്പില്ല. നമുക്കത് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ ഒരു വഴിയും ഇല്ല. ഞാനിപ്പോ ഒരു ഐസ്ക്രീം കഴിച്ചാൽ ഐ കനോട്ട് ഷെയർ ദ ടേസ്റ്റ്. യു കൻ ജസ്റ്റ് ടെൽ മീ ഇന്ന ടേസ്റ്റ്. മറ്റേ ബനോഫി കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബനോഫി കഴിച്ചിട്ടുള്ള ആൾക്കേ അറിയുള്ളൂ അല്ലേ? അപ്പോൾ അതുപോലെയുള്ള ഒരു എക്സ്പീരിയൻസിനെ ഹൗ ക്യാൻ ഐ കൺവേ ദിസ് ഇൻ വേർഡ്സ്? ആ സെർച്ചാണ് 20 years എടുത്തത്, അല്ലാതെ ഈ എക്സ്പീരിയൻസിനല്ല 20 years എടുത്തത്. ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് ഇഫക്റ്റീവ്ലി ആൻഡ് വൈ ടു കമ്മ്യൂണിക്കേറ്റ് ഇറ്റ്. എന്തുകൊണ്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? എല്ലാവരും അവരവരുടെ യാത്രയിലാണ്, അവർ പോയിക്കോട്ടെ. അപ്പൊ അതിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ യാത്രയോ അതിലുണ്ടായ അനുഭവങ്ങളല്ല. ഇപ്പൊ ഈ ബുക്കിൽ ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന് പറയുന്ന ബുക്കിൽ ഐ എം ഷെയറിങ് ദ ടിപ്സ്. അതായത് ഇപ്പൊ ഞാൻ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഈ വർഷം ആ എക്സാം എഴുതാൻ പോവാണെങ്കിൽ എന്നോട് ചോദിക്കില്ല നിങ്ങൾ യൂസ് ചെയ്ത് ട്രിക്സ് ആൻഡ് ടിപ്സ് എന്താണ്? ഇതൊക്കെയല്ലേ നമ്മൾ കോച്ചിങ് ക്ലാസ്സിലൊക്കെ കാണുന്നത്. അതായത് എല്ലാവരെക്കാളും എളുപ്പത്തിൽ എങ്ങനെ ഇത് സോൾവ് ചെയ്യാം, ഈ മാത്സ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള എളുപ്പ വഴി. അതുപോലെ ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് ഈ ബുക്ക് എഴുതണം എന്ന് തോന്നിയത്. ദാറ്റ് I realized that you can easily convey it through ഒരു 5 W's method. അപ്പോൾ what, who, when, where, why am I, അങ്ങനെ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന്ന് കിട്ടുന്ന ഒരു ക്ലാരിറ്റി ഏതൊരാൾക്കും റാഷണൽ ആൻഡ് ലോജിക്കൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പറയുന്നത്. പക്ഷെ ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇറാഷണൽ ആൻഡ് ഇല്ലോജിക്കൽ ആൻഡ് സ്പിരിച്വൽ, നമ്മൾ ഈ ചാനലിന്റെ പേര് പോലെ എക്സ്ട്രാ സെൻസറി എക്സ്പീരിയൻസസ് ഉണ്ടാവും. നമ്മുടെ ഈ 5 ഇന്ദ്രിയങ്ങളിൽ ഒതുങ്ങാത്ത എക്സ്പീരിയൻസസ് ഉണ്ടാവും. അതൊന്നും ഞാൻ ഈ ബുക്കിൽ ആക്ച്വലി ഷെയർ ചെയ്തിട്ടില്ല. ഇപ്പൊ പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസസ്, ഹൗ ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസസ്, ഓർ വാട്ട് ഈസ് ദ ജേർണി ഓഫ് വാട്ട് ആർ ദ സ്പിരിച്വൽ ഫീലിങ്സ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീലിംഗ് സെൻസേഷൻസ് അല്ല, നമ്മുടെ സെൻസസിന് ഉപരിയുള്ള ഒരുപാട് ട്രാവലും, ഹൗ ഡു യു ഫീൽ ആസ്ട്രൽ ട്രാവൽ, ഹൗ ഡു യു എക്സ്പീരിയൻസ് ഓൾ ദോസ് തിങ്സ്. അതൊക്കെ നെക്സ്റ്റ് ബുക്കിലാണ് വരുന്നത്, ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡസ്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന് പറയുന്നത് നമ്മുടെ റാഷണൽ ലോജിക്കൽ ഓൾ ദ ആ സൈഡ് ആദ്യം കൺവിൻസ്ഡ് ആയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇറാഷണൽ ഇല്ലോജിക്കൽ ആൻഡ് സ്പെക്ടാക്കുലർ ഫാന്റാസ്റ്റിക്കൽ എക്സ്പീരിയൻസസിലേക്ക് നമ്മുടെ ബ്രെയിൻ തന്നെ അനുവദിക്കില്ല. പക്ഷേ അതിലോട്ട് എത്താൻ നമ്മുടെ ബ്രെയിനിലെ റാഷണൽ ലോജിക്കൽ സൈഡ് ഉണ്ടല്ലോ, അത് പറയും വേണ്ട, അത് അപകടമാണ്, അങ്ങോട്ട് പോണ്ട, എന്നുവെച്ചാൽ നിനക്ക് വട്ടാവും എന്ന് പറയും. ബിക്കോസ് നമ്മുടെ ലോജിക്കിന് അപ്പുറത്തേക്കുള്ള എന്തും അതിനെ വട്ടെന്ന് പറയാം. ദാറ്റ് ഇസ് വാട്ട് വട്ട് ഇസ്. ബിക്കോസ് നോബഡി നോസ് വാട്ട് ഇസ്. ഈ വട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സൈക്കോളജി പഠിച്ചിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് നമുക്കറിയാം ഇതൊരു വളരെ ബ്രോഡ് ടേം ആണ്. ബേസിക്കലി എനിക്ക് മനസ്സിലാവാത്തത് എന്തും അതിനെ സാധാരണക്കാർ വട്ടെന്ന് പറയും. നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നോർമൽസിയുടെ ചില പ്രത്യേകമായുള്ള ചെറിയൊരു വിൻഡോ ആണുള്ളത്. ഇതിന്റെ ഇപ്പുറത്തേക്കോ അപ്പുറത്തേക്കോ പോയാൽ നിങ്ങൾ പോക്കാണെന്ന് പറയുന്നത്. പക്ഷെ ആ പോകുന്ന വ്യക്തിക്ക് അറിയുള്ളൂ അവരുടെ എക്സ്പീരിയൻസ്. അപ്പൊ ആ എക്സ്പീരിയൻസിൽ എങ്ങനെ നമുക്ക് അതിനെ കുറച്ചുകൂടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ, നിങ്ങൾ പുരോഗമിക്കുകയാണോ ലൈഫില്, അതോ നിങ്ങൾ ബാക്കിലോട്ട് പോയി നിങ്ങൾ യൂസ്ലെസ് ഫോർ സൊസൈറ്റി, യൂസ്ലെസ് ഫോർ യുവർ സെൽഫ്, യൂസ്ലെസ് ഫോർ യുവർ ഫാമിലി ആയി മാറുകയാണോ? ഇതായിരിക്കണം മാനദണ്ഡം. അല്ലാതെ ആർ യു ഫോളിങ് അണ്ടർ നോർമൽ എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം. നിങ്ങളുടെ അബ്നോർമാലിറ്റി കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങളുടെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടോ, ഇതായിരിക്കണം മാനദണ്ഡം. അപ്പൊ പല സമയത്തും നമ്മൾ ആക്ച്വലി ഇനീഷ്യലി സ്പിരിച്വാലിറ്റിയിലേക്ക് കുതിച്ച് ചാടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നാച്ചുറലി ആ ഒരു ഏതോ ഒരു അനുഭവം കൊണ്ട്, ചിലർക്ക് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് എക്സ്പീരിയൻസ് എന്നായിരിക്കും ഈ സ്പിരിച്വാലിറ്റി തുടങ്ങുന്നത്. എപ്പോഴും ഒരു അബ്നോർമാലിറ്റി ബിഹേവിയറിൽ കണ്ടിരിക്കും, അത് ഫോർ ഷുവർ. ബിക്കോസ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത് ഈ സെൻസസിന് പുറത്തുള്ള ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തതിനെയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. ജസ്റ്റ് എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, എല്ലാം ഒരു നോർമൽ മെക്കനൈസ്ഡ് നമ്മളെല്ലാവരും യൂസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ്. അതിന്റെ അപ്പുറത്തേക്ക് ആര് കടന്നാലും തുടക്കത്തിൽ ആ ഒരു ഗിയർ ചേഞ്ചിന്റെ ഒരു വൈബ്രേഷണൽ ഡിഫറൻസ് ഉണ്ടാവും. സോ അതിനെ സൈക്യാട്രിയുടെ ഹെൽപ്പ് യൂസ് ചെയ്യാം, സൈക്കോളജിയുടെ ഹെൽപ്പ് യൂസ് ചെയ്യാം ആ ചേഞ്ച് ഓവറിന്. If you can't handle it yourself, because sometimes it's very drastic. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രവണത എന്ന് പറയുന്നത്, if you have to take your medication lifelong,
ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ പല മെഡിസിൻസിനും ആ സൈഡ് എഫക്ട്സ് ഉണ്ട്. ദാറ്റ് വൺസ് യു സ്റ്റാർട്ട് ഇറ്റ് യു കനോട്ട് സ്റ്റോപ്പ്. ഇപ്പൊ കൊളസ്ട്രോൾ, BP, ഷുഗർ, ഇതിന്റെ ഒക്കെ മരുന്നുകൾ കഴിച്ചു തുടങ്ങിയ ഒരാൾക്ക് പിന്നീട് അതിന് ലൈഫ് ലോങ് മെഡിക്കേഷൻ ആണ്. അതേ പ്രവണത സൈക്യാട്രിക് മെഡിക്കേഷന് വരുമ്പോൾ നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി പോവാണ്. നിങ്ങൾ എപ്പോഴും ഒരു സിംറ്റമിന് ക്യൂർ കൊടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ സിംറ്റം എന്തുകൊണ്ടാണെന്ന് ചോദിക്കണം. ഇഫ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യുവർ സ്പിരിച്വൽ സെർച്ച്, യു ഷുഡ് ഫൈൻഡ് എ സ്പിരിച്വലി സൂട്ടബിൾ മെത്തേഡ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ലൈക്ക് ഇപ്പൊ ആയുർവേദത്തിൽ ഇഷ്ടം പോലെ ഇതുണ്ട്. പക്ഷെ ആയുർവേദ ഈസ് പാർട്ട് ഓഫ് എ സ്പിരിച്വൽ കൾച്ചർ. ഇറ്റ്സ് നോട്ട് അഗേൻസ്റ്റ് എ സ്പിരിച്വൽ കൾച്ചർ. വേറസ് വെസ്റ്റേൺ മെഡിസിൻ is not talking about spirituality at all. It is a scientific culture where it's just treat the symptom. ഇവിടെ എന്താ സിംറ്റമിനല്ല നമ്മൾ ട്രീറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഇനീഷ്യലി സിംറ്റമിനെ ട്രീറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ കൈ ഒടിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റർ ഇടണം. പക്ഷെ എന്താ കൈ വെട്ടിക്കളയാണോ വേണ്ടത്? അപ്പൊ ആ ഒരു ഡ്രാസ്റ്റിക് സ്റ്റെപ്പിലേക്ക് പോവാതിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ്. ബിക്കോസ് ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർ വളരെ സിമ്പിൾ ആയിട്ട് പറയും, എനിക്ക് ആങ്സൈറ്റി ആണ്, എനിക്ക് പാനിക് അറ്റാക്സ് ഉണ്ട്, എനിക്ക് ഡിപ്രഷൻ ആണ്. അതായത് ജനറൽ മൂഡ് ഫ്ലക്ച്വേഷൻസും മൂഡ് സ്വിങ്സ് ആർ നാച്ചുറൽ. ദേ ആർ ഫീഡ്ബാക്ക് മെക്കാനിസംസ്. നമ്മളല്ലാണ്ട് ഫ്ലാറ്റ് ആയിട്ട് ജീവിക്കാനാണോ ശ്രമിക്കുന്നത്? പക്ഷെ ആൾക്കാർക്ക് ഇന്നത്തെ കാലത്ത് അതാണ് വേണ്ടത്. സോ ഈ സ്പിരിച്വാലിറ്റിയും മെന്റൽ ഹെൽത്തും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൂടിക്കുഴഞ്ഞ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ് ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ. അങ്ങനെ നോക്കുമ്പോൾ ഈ ബുക്കിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഏരിയാസ് ഞാൻ പറയാം. വൺ ഇസ് ഈ 5 Ws, how to approach self-realization. The other is how not to confuse your spiritual journey with a psychological illness. അത് രണ്ടാണ്. So that's also part of these two are the main topics of this book. പക്ഷേ ഈ ലോജിക്കൽ റാഷണൽ ബ്രെയിനിന് ഈ ഉത്തരങ്ങൾ പറയാതെ അതൊരിക്കലും നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മളെ അനുവദിക്കില്ല. കുറച്ചും കൂടെയും ഡേഞ്ചറസ് ആയിട്ടുള്ള പാത്തിലൂടെയാണ് സഞ്ചരിക്കണമെന്ന് തോന്നിയാൽ അത് പറയും വേണ്ട, പേടിച്ചു പോകും. ആ ബ്രെയിൻ ആണ് പറയുന്നത്. അപ്പൊ ആദ്യം ഈ 5 ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യും. വൺസ് യു നോ, ഓ കുഴപ്പമില്ല, ഇതിങ്ങനെ ഈ വഴിയാണ്, ഓക്കെ ലോജിക്കൽ തന്നെയാണ്. അതില് കുറെ ഇപ്പൊ നമ്മുടെ ഡ്രീംസ് ഇല്ലോജിക്കൽ അല്ലേ, അതുകൊണ്ട് നമ്മൾ സ്വപ്നം കാണാതിരിക്കാൻ ഞാൻ ഉറങ്ങരുത്, ഞാൻ ഉറങ്ങിയ സ്വപ്നം കാണും, സ്വപ്നം കണ്ട അത് ഇല്ലോജിക്കലാണ്. ഈ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നില്ലല്ലോ. അതേ ഒരു പ്രവണതയുള്ളൂ സ്പിരിച്വാലിറ്റിയിൽ. യു വിൽ ഹാവ് ഫാന്റാസ്റ്റിക്കൽ എക്സ്പീരിയൻസസ്. പക്ഷെ അതിന് പേടിക്കാതിരിക്കാനുള്ള ഒരു ബുക്കാണിത്. ദ നെക്സ്റ്റ് ബുക്ക് വിൽ ബി അബൌട്ട് മോർ പാരനോർമൽ ആക്ടിവിറ്റീസ്. വണ്ടർഫുൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എന്താണ് അവ്യക്തമായ പല മേഖലകളിലേക്കും ലൈറ്റ് വരുന്ന സംഗതിയാണ്. ജസ്റ്റ് ലൈക്ക് ഒരു സ്പിരിച്വൽ പേഴ്സൺ സംസാരിക്കുന്ന പോലെയാണ് മാം ഇപ്പോൾ സംസാരിക്കുന്നത്. ബീങ് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഐ തിങ്ക് മാമിന് ഈ 2 കാര്യങ്ങളെ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു, ട്യൂൺ ചെയ്ത് പറയാൻ പറ്റുന്നു. ക്ലിനിക്കൽ സൈക്കോളജി പഠിച്ചു, ഡിഗ്രിക്ക് റാങ്ക് ഹോൾഡർ ആയിരുന്നു കേരള സ്റ്റേറ്റിൽ നിന്ന്. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ SNDT യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി ദാറ്റ് സൈക്കോളജി ഡസ് നോട്ട് ഹാവ് ദി ആൻസേഴ്സ് ടു മൈ ക്വസ്റ്റ്യൻസ്. ദാറ്റ് ഞാൻ തപ്പിക്കൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ മൈൻഡ്, വാട്ട് ഇസ്, ഹൗ ഇസ് ഓൾ ദിസ് വർക്കിംഗ്. അപ്പൊ ഞാൻ വിചാരിച്ച സൈക്കോളജിയിൽ നിന്ന് അതിനുള്ള ഉത്തരങ്ങൾ കിട്ടുന്നതാണ്. പക്ഷെ സൈക്കോളജിയിൽ അതിനുള്ള ഉത്തരങ്ങൾ ഒരിക്കലും കിട്ടില്ല എന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് വരാം. സൈക്കോളജി ഈസ് എ മെയിൻ്റനൻസ് ടൂൾ. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഇംബാലൻസസ് നിങ്ങളുടെ ബ്രെയിൻ കെമിസ്ട്രിയിലോ നിങ്ങളുടെ ന്യൂറോ കെമിസ്ട്രിയിലോ ഇംബാലൻസസ് വരുമ്പോൾ ഇറ്റ് ക്യാൻ ഹെൽപ്പ് യു ലൈക്ക് എ ക്രച്ച്, ഓർ യു ആർ ഹാവിംഗ് ബിഹേവിയറൽ പ്രോബ്ലംസ്, യു ആർ ഹാവിംഗ് ട്രാൻസാക്ഷണൽ പ്രോബ്ലംസ്. സൈക്കോളജി ക്യാൻ ബി എ ഗൈഡ് ആൻഡ് എ ഹെൽപ്പ് താൽക്കാലികമായിട്ട്. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ലോങ് ടേം ബിഗ് ക്വസ്റ്റ്യൻസ് ആണ്. ദോസ് ബിഗ് ക്വസ്റ്റ്യൻസ് സൈക്കോളജി ഡസ് നോട്ട് ഹാവ് ദി ആൻസർ. സോ ബൈ ദി എൻഡ് ഓഫ് മൈ പോസ്റ്റ് ഗ്രാജുവേഷൻ ആൻഡ് ഇന്റേൺഷിപ്പ് I realized this is not my path. So I left it. Also because പല സമയത്ത് ഇൻഹ്യൂമൻ ആണ്. ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ ബോംബെയിൽ വൺ ഓഫ് മൈ ഫസ്റ്റ് പേഷ്യൻസ്, അത് ഞാൻ ഈ ബുക്കിൽ എഴുതുന്നുണ്ട്, വാസ് ഗിവൻ ECT. ഞാൻ നോക്കിയിട്ട് വാട്ട് ഇസ് എ നീഡ് ടു മേക്ക് എ പേഴ്സൺ എ വെജിറ്റബിൾ വിത്ത് ECT. സോ ഇത് ഞാൻ പറയുന്ന അന്ന് ഞാൻ PG ചെയ്യുന്ന കാലത്താണ്. ഇപ്പൊ ഐ എം ഹോപ്പിംഗ് ദാറ്റ് അങ്ങനത്തെ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഇപ്പൊ ഇല്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ ട്രീറ്റ്മെന്റ് മെത്തേഡ്, ഇറ്റ്സ് എ ടോർച്ചർ മെത്തേഡ്. മാത്രമല്ല ആള് തിരിച്ചു പോകുമ്പോൾ മാമിന് ഒരു നോക്കുന്നൊരു നോട്ടം നോട്ടത്തിൽ ഐ ന്യൂ ദാറ്റ് ദിസ് ഈസ് ഓവർ ഫോർ മീ. ഇനി ഈ മേഖലയിൽ ഒരിക്കലും ഞാൻ പണിയെടുക്കില്ല എന്ന് തീരുമാനിച്ചത്. പിന്നീട് ഐ ഹാഡ് മൈ ഓൺ, ഞാൻ കാണുന്ന കർമ്മ പോലെ ഇറ്റ് റിട്ടേൺഡ്. ഐ ഹാഡ് ടു ഫേസ് മൈ ഓൺ ടോർച്ചർ ഫ്രം ദിസ് ഫീൽഡ്. സോ ഇറ്റ് ഇസ്, ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷെ ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. ആൻഡ് പലപ്പോഴും നമ്മളെ ഈ മെഡിക്കേഷനിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കാത്ത നമ്മുടെ നല്ലത് ആഗ്രഹിക്കുന്ന നമ്മുടെ ഫാമിലി തന്നെയായിരിക്കും. പക്ഷെ അവരുടെ
പ്രോബ്ലം എന്ന് വെച്ചാൽ അവർ സ്പിരിച്വാലിറ്റി ഈ ലെവൽ വരെ എത്തിയിട്ടില്ല. സോ ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ഗോയിങ് ത്രൂ. അവർ നോക്കുമ്പോൾ എന്തോ പ്രശ്നമില്ലേ, ഇപ്പൊ നമ്മൾ മണിച്ചിത്രത്താഴ് വേണമല്ലേ, ശ്രീദേവിക്ക് എന്തോ കുഴപ്പമുണ്ട് അല്ലേ, പടത്തിന്റെ എൻഡിലെ മനസ്സിലാവും ശ്രീദേവിക്ക് ഒരു കുഴപ്പമില്ല. സോ അങ്ങനത്തെ ഒരു അവസ്ഥ ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നേരിടുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ we are going through an age of enlightenment. Because ഇപ്പോൾ നമ്മുടെ ഏജ് ഓഫ് ഇൻഫർമേഷൻ കഴിഞ്ഞു. എല്ലാവരുടെ ഫിംഗർ ടിപ്സിൽ അവരുടെ ഫോൺ ഉണ്ട്. ആ ഫോണിൽ ഏത് ചോദ്യം ചോദിച്ചാലും ഈ ലോകത്തിലെ എന്ത് ഇൻഫർമേഷനും അതൊന്ന് കിട്ടും. അതിന് പ്രത്യേകിച്ച് നമ്മൾ ആദ്യം തൊട്ട് കണ്ടുപിടിക്കൊന്നും വേണ്ട അല്ലേ, ജസ്റ്റ് ഹാവ് ടു ആസ്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻ. ബട്ട് യുവർ സ്പിരിച്വൽ സെർച്ച് നൗ ഹാസ് ടു ബിഗൺ. അപ്പൊ എന്താ, നമ്മുടെ ഒരു സൈഡിൽ AI-യും ഇന്റർനെറ്റും എല്ലാം കൂടെ ഏജ് ഓഫ് ഇൻഫർമേഷൻ തികച്ചു കഴിഞ്ഞു. ഈവൻ കുട്ടികൾ ഇന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനു സ്കൂളിൽ പോകണം, എന്തിനു ഞാൻ ഇതൊക്കെ ബൈഹാർട്ട് ചെയ്യണം, ഞാൻ ഗൂഗിളിൽ ചോദിച്ചാൽ പോരാ. അപ്പൊ അവരോട് എന്ത് ചോദ്യം ചോദിച്ചാലും അവർ ചോദിക്കുന്നത് അലക്സ അല്ലെങ്കിൽ സിറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ചോദ്യം ചോദിക്കുന്നത്. Even the teachers are also struggling. കാരണം കുട്ടികൾ ടീച്ചേഴ്സിനേക്കാളും കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ട്. സോ വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോർ ഹ്യൂമാനിറ്റി? As human beings, our next step is to move towards self-realization. ഇപ്പൊ നമ്മൾ എബ്രഹാം മാസ്ലോസ് പിരമിഡ് എടുത്താൽ അതിന്റെ ടോപ്പ് മോസ്റ്റ് നീഡ് എന്താണ്? നീഡ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ. ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് തികഞ്ഞു കഴിഞ്ഞു എല്ലാവർക്കും ഓൺ എ വേൾഡ് ബേസിസ്. നമ്മൾ ഫുഡിന്റെ സർപ്ലസ് ഉള്ള പല രാജ്യങ്ങളുണ്ട്. ഫുഡ് സർപ്ലസിലാണ്, വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അഫ്കോഴ്സ് പോവർട്ടി ഉള്ള രാജ്യങ്ങളും ആൾക്കാരുമുണ്ട്. ബട്ട് ജനറലി നമ്മൾ എത്രയോ ടൺ ഗോതമ്പാണ് കടലിൽ കളയാണ്. അപ്പൊ ആ അവസ്ഥയിൽ ഇറ്റ്സ് ബിക്കോസ് വി ആർ നോട്ട് ഡൂയിങ് ദ ഓപ്പോസിറ്റ് നൗ. വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം സെൽഫ് ആക്ച്വലൈസേഷൻ. ഇത് എത്തിയ ഒരാൾക്ക് ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി തികയും. സോ അതിന്റെ കാലഘട്ടത്തിലോട്ട് നമ്മൾ അറിയാതെ നമ്മൾ ഓൾറെഡി എത്തിക്കഴിഞ്ഞു ബിക്കോസ് ഓഫ് ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് പലർക്കും ഓൾറെഡി എല്ലാ ഇൻഫർമേഷൻ ഉണ്ട്. അവർ വന്ന് ഞാൻ എങ്ങനെ ഇതിനെ യൂസ് ചെയ്യും, അതെന്താ ചെയ്യണ്ടേന്ന് അറിയണില്ല. അപ്പൊ അവരുടെ ലൈഫിൽ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. ജോലിയുണ്ട്, കുടുംബമുണ്ട്, വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ സന്തോഷമില്ല, സമാധാനമില്ല, മനസ്സിന്റെ ഒരു തൃപ്തി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഇല്ല. They lack something and they don't know what it is. So that what ആണ് ഞാൻ പറയുന്നത്, it is self realization. Without reaching that now you can never have peace in your life because everything else is available. അപ്പൊ അവരുടെ ലൈഫിൽ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. ജോലിയുണ്ട്, കുടുംബമുണ്ട്, വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ സന്തോഷമില്ല, സമാധാനമില്ല, മനസ്സിന്റെ ഒരു തൃപ്തി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഇല്ല. They lack something and they don't know what it is. So that what ആണ് ഞാൻ പറയുന്നത്, it is self realization. Without reaching that now you can never have peace in your life because everything else is available. അപ്പൊ അതിനുള്ള ചെറിയ ഗൈഡും വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള, ഞാൻ സംസാരിക്കുന്ന പോലത്തെ ഭാഷയിൽ തന്നെ ഉള്ള ഒരു ബുക്കാണ്. ഉടനെ മലയാളത്തിൽ DC ബുക്സ് ദൈവത്തിന്റെ ആത്മകഥ എന്ന് പറഞ്ഞിട്ട് ഇറക്കുന്നുണ്ട്. അപ്പൊ ഈ ബുക്കിന്റെ ടൈറ്റിൽ പലർക്കും കൗതുകം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ജോക്ക് ബിക്കോസ് ഞാൻ പറയുന്നത് I was first considered abnormal when I said that I am God and you are God and everything is God. അപ്പൊ എന്റെ വീട്ടുകാർ പറഞ്ഞു എന്തോ കുഴപ്പമുണ്ട്, നമ്മുടെ മകൾക്ക് എന്തോ പറ്റി അല്ലേ. അപ്പൊ അത് ഇറ്റ്സ് കോസിങ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ഹാവ് അണ്ടർസ്റ്റുഡ് ദ മീനിങ് ഓഫ് തത്വമസി നോട്ട് ടു സ്പീക്ക് ഇറ്റ്. ബിക്കോസ് ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്ക് വട്ടറ പോലെ തോന്നും. അത് മനസ്സിലാവാത്ത ഒരാൾക്ക് നിങ്ങളെ കാണുമ്പോ എന്താ കുഴപ്പമുണ്ടെന്ന് പറയും. അപ്പൊ ഇത് പേടിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മിണ്ടാതിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ എന്താണെന്നറിയോ, ഈ എല്ലാവരും ആസ്ക് മീ ചെയ്താൽ എല്ലാവരും തമ്മിൽ മനസ്സിലാവുമ്പോ നമ്മളെല്ലാവരും ഉണർന്നിരിക്കുകയാണോ. ആക്ച്വലി ഇപ്പൊ സൊസൈറ്റിയിലെ അവസ്ഥ എന്താണെന്നറിയോ, നമ്മൾ ഈ രാവിലെ ഉണർന്നു എന്നാൽ നമ്മൾ കണ്ണു തുറക്കാതെ ബെഡിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ബാക്കിയുള്ളവർക്ക് കണ്ടതൊന്നും നമ്മൾ ഉറങ്ങുകയാണ്, നമുക്കേ അറിയുള്ളൂ നമ്മൾ ഉറങ്ങുമല്ല, നമ്മൾ ഉണർന്നു കഴിഞ്ഞു പക്ഷെ വെറുതെ ഇവിടെ കണ്ണുടച്ച് കിടക്കുകയാണ്. So that is the situation for most people in society. But this book is not something that's going to tell you something very new from the Advaitic standpoint or anything. But ഈ ബുക്കിന്ന് നിങ്ങളോട് ജസ്റ്റ് പ്രാക്ടിക്കൽ തിങ്സ് ടു ഡു. നിങ്ങൾ ഓൾറെഡി ഉണർന്നെങ്കിൽ ഒന്ന് എല്ലാവരും അറിയിക്കൂ നിങ്ങൾ ഉണർന്നു. ബിക്കോസ് ദാറ്റ് വിൽ ഹെൽപ്പ് അവർ ഹോൾ സൊസൈറ്റി. വി ആർ വെരി അവേക്ക്, വി നോ സോ മെനി തിങ്സ്. പക്ഷെ നമ്മൾ അറിയാവുന്നതൊക്കെ വേണ്ട പറയേണ്ട, ആൾക്കാരെന്ത് വിചാരിക്കും, ഈ ആൾക്കാരെന്ത് പറയും, ഇതെല്ലാവരും തമ്മിൽ വിചാരിക്കുകയാണ്. സത്യത്തിൽ അവരെല്ലാവരും
are awake. അതെ അതെ We are already spontaneously awake. ഇപ്പൊ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും യു ഓൾറെഡി നോ ഇറ്റ്, ബട്ട് നൗ നമ്മൾ പറയാൻ നോക്കുകയാണ്, ഇല്ല എനിക്കിത് മനസ്സിലായിട്ടില്ല, ഞാൻ ഈ ബുക്ക് ഇനിയും പല തവണ വായിച്ചാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അത് സത്യമല്ല. ആക്ച്വലി അതിലെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അറിയാം. ഈ സമ്മതിക്കാനുള്ള മടി ഉണ്ടല്ലോ നമുക്കിപ്പോ, ബിക്കോസ് വി ആർ അഫ്രൈഡ് ഓഫ് സൊസൈറ്റി. ഇത് പണ്ട് കാലത്ത് പറഞ്ഞിട്ടുള്ളവര് ഒന്നല്ലെങ്കിൽ സ്വാമിമാരോ സാധുക്കളോ ഋഷിമാരോ ഒക്കെ ആയിരുന്നു. ഇത് പറയാൻ ഞാൻ ആരാ എന്നുള്ള ഒരു സ്പെഷ്യൽ ലെവലിൽ അറ്റയർ വേണം. അല്ലെങ്കിൽ നമ്മൾ വേറൊരു ഡ്രസ്സിങ് ചെയ്ത് വളരെ നോൺ മെറ്റീരിയൽ വേൾഡിൽ ഹൗ ക്യാൻ സംബഡി ഹു ലിവിംഗ് ഇൻ ദ മെറ്റീരിയൽ വേൾഡ് ടോക്ക് അബൌട്ട് ദിസ് എന്ന് ചോദിക്കുക. വി ആർ സപ്പോസ് ടു ഡു ദാറ്റ്. നമുക്ക് എന്താ മെറ്റീരിയലും സ്പിരിച്വാലിറ്റിയും. ജിതു കൃഷ്ണമൂർത്തി തന്നെ അദ്ദേഹത്തിന്റെ ഒരു കോട്ടിനെ കുറിച്ച് എവിടെയോ ഒരു ചെറുതായിട്ടൊരു ആരുമായിട്ടോ ചെറുതായിട്ടൊന്ന് വഴക്കിട്ടു, മീൻസ് എന്തോ ഒരു കാര്യത്തിന്. അപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് യു ആർ എ സ്പിരിച്വൽ പേഴ്സൺ, ഹൗ ക്യാൻ യു ഇൻഡൽജ് ഇൻ സച്ച് കൈൻഡ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്. If you have spiritually understood the meaning of life, you actually have all possibilities. നിങ്ങൾ ഇത് ഉണ്ടെങ്കിൽ അതില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇല്ല. ഇത് ഈ കാലഘട്ടത്തിൽ എസ്പെഷ്യലി ബിക്കോസ് നമ്മളിവിടെ ശ്രമിക്കാൻ നോക്കുന്നത് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ വേൾഡിനെ യോജിപ്പിക്കുക എന്നുള്ളതാണ്. ഒന്നല്ലെങ്കിൽ നിങ്ങൾ മെറ്റീരിയൽ, കാശ്, പണം, പ്രശസ്തി ഇതൊക്കെ ഉണ്ട്, പ്രോസ്പെറിറ്റി ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി ഇല്ല. സ്പിരിച്വാലിറ്റി ഉണ്ടെങ്കിൽ ബാക്കി ഒന്നും പാടില്ല എന്ന് പറയുന്ന ആ റൂൾ എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത്? എവിടെ എഴുതി വെച്ചിട്ടുള്ളത്? സോ വാട്ട് വി വാണ്ട് ഇസ് എ combination of both. So I feel that over 20 years I have achieved that. ആൻഡ് ഒരു അപാകത ഉണ്ടായിരുന്നത് ഐ വാസ് ലിവിങ് അലോൺ. അപ്പോഴും ആൾക്കാർ പറഞ്ഞു ഒറ്റയ്ക്ക് ജീവിക്കുന്ന നിങ്ങൾക്ക് ഇതൊക്കെ ആവാം, ഞങ്ങളൊക്കെ വീടും കുടുംബവും കല്യാണം കഴിച്ചവരാണ്. ഇപ്പൊ അതും തികഞ്ഞു. അപ്പോൾ അതും ഈ വർഷം കഴിഞ്ഞപ്പോൾ നൗ എവറിബഡി സിങ് അയ്യോ ഇനിയിപ്പോ എന്ത് കുറ്റം കണ്ടുപിടിക്കാം. ബിക്കോസ് ദ പോയിന്റ് ഈസ് നമ്മൾ എന്തിനാ മറ്റുള്ളവരിൽ കുറ്റം കണ്ടുപിടിക്കണേ? നമ്മളിൽ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്നെ ആൾക്കാര് കുറ്റപ്പെടുത്തുമ്പോ ഇറ്റ് ഇസ് ബിക്കോസ് ദേ ആർ അവേക്ക്. അപ്പൊ നീ എന്തിനാ ഉണർന്നു എന്ന് പറയുന്നത്? നമ്മളെല്ലാവരും ഇവിടെ ഉറങ്ങുന്ന പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് മിക്കവരും, ഞാൻ എല്ലാവരും എന്ന് പറയുന്നത്, മിക്കവരും ആക്ച്വലി സ്പിരിച്വലി വളരെ അഡ്വാൻസ്ഡ് ആണ്. ഞാൻ സംസാരിക്കുമ്പോൾ എനിക്കറിയാം അവര് വളരെ സ്പിരിച്വലി അവേക്കാണ്. പക്ഷെ അവര് ഇല്ല, ഞാൻ സാധാരണ ഒരു മനുഷ്യൻ, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് പറയാൻ നോക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണത്? ആസ് എ സൊസൈറ്റി വി ആർ ഓൾ പ്രിറ്റൻഡിങ് ടു ബി സ്ലീപ്. ഉറക്കം നടിക്കുന്ന ഒരാളെ നമുക്ക് ഉണർത്താൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. സോ ഐ എം സെയിങ് ഇറ്റ് ഇസ് ടൈം ഫോർ അസ് ടു വേക്ക് അപ്പ് ആൻഡ് ക്ലെയിം ആ റെസ്പോൺസിബിലിറ്റി. നമ്മൾ എന്തിനാ ഞാൻ ഉണർന്നോന്ന് പറയാത്തത്? ബിക്കോസ് അത് ചെയ്ത റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നൗ യു ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു സൊസൈറ്റി, യു ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു യുവർ പീപ്പിൾ, എവരിവൺ അറൗണ്ട് യു. ബേസിക്കലി നമ്മൾ സോഷ്യൽ ബീയിങ് ആണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് വരും. മറ്റേത് നമ്മൾ പറയാണ് ഞാൻ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുക, എനിക്കൊന്നും അറിയില്ല, ലൈക്ക് മറ്റേ ബമ്പർ സ്റ്റിക്കർ പോലെ ഡോണ്ട് ഫോളോ മീ ഐ എം ഓൾസോ ലോസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ആരും നമ്മളെ ഫോളോ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഞാനിത് കുറെ കൊല്ലം ചെയ്ത ഒരാളാണ്. ഒരു ഇന്റർവ്യൂവിലും ഒന്നും അധികം സംസാരിക്കില്ല, എന്ത് ചോദിച്ചാലും അങ്ങനെ എനിക്കൊന്നും അറിയില്ല എന്ന് പറയും. എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി എടുക്കണ്ടല്ലോ. അപ്പൊ എനിക്ക് അറിയാവുന്നത് ഞാൻ ആരുമായിട്ട് ഷെയർ ചെയ്യണ്ട. ഇത് ഷെയർ ചെയ്താൽ ഇനി അവരെങ്ങനെ എടുക്കും, എന്നെ കളിയാക്കുവോ, ഇതൊക്കെ തന്നെയാണ് എല്ലാവരും പേടിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ വലിയ തത്വങ്ങൾ പറയേണ്ട ആവശ്യമില്ല, തത്വങ്ങൾ എല്ലാവർക്കും അറിയാം. ഫിലോസഫീസ് എവറിവെയർ, സ്പിരിച്വാലിറ്റിയുടെ സ്ക്രിപ്റ്റേഴ്സ് എല്ലായിടത്തും ആവശ്യത്തിൽ കൂടുതൽ കിട്ടാനുണ്ട്. ഇന്നില്ലാത്തത് ഇതിനെ കോമൺ സെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഇല്ലാത്തത്. ഞാൻ അത് മാത്രമാണ് ഇൻസ്റ്റിൽ ചെയ്യാൻ നോക്കുന്നത്. ആൻഡ് ഐ ഹോപ്പ് ദിസ് ബുക്ക് ഇസ് ഡൂയിങ് ഇറ്റ്സ് ജോബ്. ബിക്കോസ് കുറെ പേര് ഇപ്പോൾ എനിക്ക് നല്ല ഇമെയിൽസ് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്, കോൾസ് വരുന്നുണ്ട്, ആൻഡ് ഇന്റർവ്യൂസ് ലൈക്ക് ദിസ് ഐ ഹാവ് ഡൺ ക്വൈറ്റ് എ ഫ്യൂ വെരി ഗുഡ് ഇന്റർവ്യൂസ്. അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ ആസ് എ സൊസൈറ്റി വി ആർ ഗ്രോയിങ്. ഇപ്പോൾ ധാരാളം ക്വട്ടേഷൻസ് സാധാരണ പല ബുക്കുകളിലും നമ്മൾ കാണാറുണ്ട്. നോർമലി മറ്റു പല ആളുകളുടെയും കോട്ട്സ് ആയിരിക്കും യൂസ് ചെയ്യുക. പക്ഷേ മാമിൻ്റെ ബുക്കിൽ കൂടുതലായിട്ടും മാമിൻ്റെ തന്നെ കോട്ടുകൾ ഞാൻ കണ്ടു. അതിലെനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്ത ഒരെണ്ണമുണ്ട്, വളരെ രസകരമായ ഒരെണ്ണമുണ്ട്. ഞാൻ എൻ്റെ പരിധിക്ക് നന്ദി പറയുന്നു, കാരണം അതിലൂടെ ഞാൻ എൻ്റെ അനന്തതയെ അറിയുന്നു. ഞാൻ എൻ്റെ നശ്വരതയെ അറിയുന്നു, അതിന് ഞാൻ നന്ദി പറയുന്നു, കാരണം അതിലൂടെ എനിക്ക് എൻ്റെ അനശ്വരതയെ അറിയാൻ പറ്റും. എത്ര മനോഹരമായുള്ള വേർഡ്സാണ്. ആക്ച്വലി ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. കാരണം ആ ഒരു മൈക്രോ ആൻഡ് മാക്രോ എന്ന് പറയുന്നൊരു കണക്ഷൻ, അതർവൈസ് വി ക്യാൻ സേ ദ ജീവാത്മാ ആൻഡ് പരമാത്മ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും മെച്ചുവറായിട്ടുള്ള ലൈൻസ് എങ്ങനെയാണ് മാമിന് എഴുതാനായിട്ട് സാധിച്ചത്? ഇത് ഈ പറയുന്ന അനന്തതയിൽ നിന്നാണ് ഇത് വരുന്നത്. പക്ഷെ ഈ മോർട്ടൽ ആയിട്ടുള്ള ഈ ശരീരമാണ് അത് എഴുതുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ മനസ്സുമല്ല എന്ന് എനിക്കറിയാം. ഞാൻ അതാവുന്നു, ഐ ആം ദാറ്റ്. ബട്ട് എവറിബഡി എൽസ് ക്യാൻ ഓൺലി സീ 5 ഇന്ദ്രിയങ്ങൾ വെച്ച് കാണുന്ന അത് മാത്രമാണ് നമ്മളെന്ന് നമ്മൾ വിചാരിക്കുന്നിടത്താണ് ഇതിന്റെ തെറ്റിദ്ധാരണ. ഇത് നമ്മുടെ ഒരു
വെഹിക്കിൾ മാത്രമാണ്. ദിസ് ഇസ് ഡൂയിങ് ഓൾ, ഇറ്റ്സ് എ ടൂൾ, ദ ബോഡി. വെൻ വി തിങ്ക് ദാറ്റ് ഐ എം ദ ബോഡി, ദെൻ വി തിങ്ക് ഐ എം ദ വിക്ടിം. ഞാൻ എൻ്റെ ശരീരമാണെങ്കിൽ ജീവിതം എനിക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ മനസ്സാണെങ്കിൽ ജീവിതം ഞാൻ വിചാരിക്കുന്ന പോലെ നടക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ജീവനാണെങ്കിൽ അപ്പോൾ ഈ ശരീരവും മനസ്സും എൻ്റെ ടൂൾസ് ആണ്. സോ ഞാൻ അതുമായിട്ടാണ്, ലൈഫുമായിട്ടാണ് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഐ ആം ലൈഫ് ആൻഡ് ദിസ് ഇസ് മൈ ബോഡി. സോ അത് ഞാൻ എല്ലാവരോടും ചോദിക്കാറുള്ള ചോദ്യമാണ് ഇന്റർവ്യൂസ്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇപ്പോൾ ടെഡെക്സ് ടോക്കിലൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ പറയാറുണ്ടോ എൻ്റെ ശരീരം എൻ്റെ മനസ്സെന്ന് നിങ്ങൾ പറയാറുണ്ടോ? ഉവ്. അപ്പൊ ആരാണിത് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ലോസ്റ്റ് ആവുകയാണ്. ബിക്കോസ് നമ്മൾ അത്രയധികം നമ്മുടെ ബോഡിയും മൈൻഡുമായിട്ട് അതാണ് ഞാൻ എന്ന് വിചാരിച്ചു പോയി. അത് മാത്രമാണ് ഇവിടുത്തെ തെറ്റിദ്ധാരണ. ദാറ്റ് ഈസ് ദ ഓൺലി റീസൺ വൈ യു ആർ നോട്ട് ഫീലിംഗ് സെൽഫ് റിയലൈസ്ഡ്. ബിക്കോസ് ദാറ്റ് ഇസ് നോട്ട് ദ സെൽഫ്. ബോഡിയാണ് നിങ്ങളെങ്കിൽ എന്തിനാണ് എന്റെ ശരീരം എന്ന് പറയുന്നത്? ഞാൻ ശരീരം എന്നല്ലേ പറയേണ്ടത്? എനിക്ക് പനിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? എനിക്കല്ലല്ലോ പനിക്കുന്നത്, ശരീരത്തിനല്ലേ പനിക്കുന്നത്. അപ്പൊ ആ ഡിസ്റ്റിങ്ഷൻ ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ കൺഫ്യൂഷൻ മാറും. അപ്പൊ തന്നെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിന്റെ മേൽ നമുക്ക് കൺട്രോൾ ഉണ്ടാവും. ഞാനത് രണ്ടും അല്ലല്ലോ. അപ്പൊ ഇതിനെ രണ്ടിനെ എനിക്ക് നിയന്ത്രിക്കാം. ഇത് ഞാൻ അത് രണ്ടും ആണെങ്കിൽ അതിനെ ആര് നിയന്ത്രിക്കും? അപ്പോഴാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് സംതിങ് ഔട്ട്സൈഡ് ഈസ് ബിഗർ ദൻ മീ, ദാറ്റ് വിൽ കൺട്രോൾ മീ. ദാറ്റ്സ് ബിക്കോസ് യു ആർ ഐഡന്റിഫൈങ് വിത്ത് ദ ബോഡി. ഞാൻ ഈ ശരീരമാകുന്നു എന്ന് വിചാരിക്കുമ്പോഴാണ് ഈ ശരീരത്തിനും മേലെയുള്ള എന്തോ ഇതിനെ നിയന്ത്രിക്കും എന്ന് വിചാരിക്കുന്നത്. ആ എന്തോ എവിടെയായിരിക്കുന്നത്? അതെങ്ങനെ നിയന്ത്രിക്കും? സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എൻ്റെ ശരീരം, എൻ്റെ മനസ്സ് എന്ന് പറയുന്ന ഞാൻ, ആ ഞാൻ എന്താണ്? അപ്പൊ ഈ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ കുതിരവട്ടം പപ്പുചേട്ടന്റെ ഡയലോഗൊക്കെ ഭയങ്കര വിചിത്രമായിട്ടും കൗതുകഫലമായിട്ടും തോന്നുന്നത്. പക്ഷെ അതിലൊരു സത്യമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഇത്രയും വർഷങ്ങളായിട്ട് ആ തമാശ ആയിട്ടിരിക്കുന്നത്. അതിൽ ലേയേഴ്സ് ഓഫ് ഡെപ്ത് ഉള്ളതുകൊണ്ടാണ്. തീർച്ചയായും. സോ ദാറ്റ് ഞാൻ എന്താണെന്നുള്ളത് യൂഷ്വലി ഒരു ബുക്കിലും തുറന്നടിച്ച് പറയാറില്ല. ബിക്കോസ് അത് നീ ആവുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതെന്താണ് അത് പറയുന്നില്ല. ബിക്കോസ് എന്താ ഇത്രയും കാലം വരെ അത് പറയാനുള്ള സമയമായിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഇനിയും കളി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഏജ് ഓഫ് ഇൻഫർമേഷൻ കഴിഞ്ഞു. ഏജ് ഓഫ് ഇൻഫർമേഷൻ കിട്ടിയാലും നിങ്ങൾ ആ ഇൻഫർമേഷൻ യൂസ് ചെയ്യോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ വന്നു. അപ്പൊ ഇവിടെ ഈ ബുക്കിൽ പറയുന്നു, ഈ ഞാൻ എന്ന് പറയുന്നത് ജീവനാകുന്നു. ലൈഫ് ഈക്വൽസ് ഗോഡ്, ലൈഫ് ഈക്വൽസ് I equals life equals God. Now what will you do with this information? Now how will your life change? നിങ്ങൾ my life എന്നല്ല പറഞ്ഞ, I am life and I am living and I have this body and this mind to use as my tools to live. ഈ അറിവ് നമ്മൾ കുറച്ച് നാളെടുക്കും ഇതൊന്ന് സ്റ്റഡി ആവാൻ. നമ്മൾ വീണ്ടും വിചാരിക്കും ഞാനാണ് ശരീരം. പക്ഷെ നമ്മൾ തിരിച്ചു വരും എന്നിട്ട് പറയും അല്ല, ഇത് എന്റെ ശരീരമാണ്. Now you will start controlling your body. You will control your mind. Then life will be very different. And that life is you. ഇത്രേ ഉള്ളൂ. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ കോംപ്ലിക്കേറ്റ് ചെയ്യാണ്. ബിക്കോസ് നോബഡി ടെൽസ് us what is the answer. ഇതുവരെ പറയാൻ പാടില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ ബുക്കിൽ തുറന്നടിച്ചു പറഞ്ഞു. എനിക്ക് ആക്ച്വലി ഒരു ഫ്രണ്ട് ഉണ്ട് ഹു ഇസ് an IAS officer. ആൾ എന്നോട് ഈ ബുക്ക് വായിച്ചിട്ട് പറഞ്ഞു, I don't know whether to congratulate you or to be angry with you for telling the answer openly. അതാണ് സത്യം. ബിക്കോസ് നമ്മള് ഈ ഒരു കടുങ്കഥ നമ്മള് പൊളിച്ച പോലെ ആയിപ്പോയി, സ്പോയിലർ അലേർട്ട് പോലെ. ബട്ട് ഐ തിങ്ക് ഇറ്റ് ഇസ് ടൈം. ബിക്കോസ് 20 years ഞാനിത് പറയാതിരുന്നു. ഐ തിങ്ക് നൗ ഇസ് ദ ടൈം ടു സേ ദിസ് ഇസ് ദി ആൻസർ. സോ ഇഫ് യു ഹാവ് ദ ആൻസർ, വാട്ട് വിൽ യു ഡു വിത്ത് ഇറ്റ്? നൗ ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. അപ്പൊ കടുങ്കഥ ഇപ്പൊ ഉത്തരം അറിഞ്ഞുകൊണ്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു? നിങ്ങളുടെ ലൈഫിൽ മാറ്റം വന്നോ? ഇസ് യുവർ ലൈഫ് ബെറ്റർ? Are you more comfortable? Are you more happy? നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടായോ? ഈ ഇൻഫർമേഷനിൽ പുരോഗതിയെ വരുള്ളൂ. ഹൗ കൻ യു ഹാവ് നോ? നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നല്ലോ. സോ ദാറ്റ് ഷുഡ് ബ്രിങ് ബെറ്റർമെന്റ് ടു യുവർ ലൈഫ്. അപ്പോൾ നമ്മുടെ ആധുനിക എഡ്യൂക്കേഷൻ നമ്മൾ സാധാരണയായിട്ട് ഒരുപാട് പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. മാം പറഞ്ഞതുപോലെ ഏജ് ഓഫ് ഇൻഫർമേഷൻ ആണ്. പക്ഷേ സ്റ്റിൽ കഴിഞ്ഞു. ആക്ച്വലി അത് കഴിഞ്ഞു. അതെ. എന്നിട്ടും നമ്മളിപ്പോഴും സ്റ്റിൽ സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ഓർ ടു ലൊക്കേറ്റ് വെയർ മൈൻഡ് ഈസ്. മൈൻഡ് എന്ന് പറഞ്ഞ സാധനമുണ്ടോ? അതൊരു ഊഹാപോഹം മാത്രമാണ്. മൈൻഡിനെ പോലും ഇതുവരെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പലർക്കും സാധിച്ചിട്ടില്ല. അപ്പോഴാണ് നമ്മൾ ആത്മാവിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഭാരതീയ സംസ്കൃതിയിൽ യഥാർത്ഥത്തിൽ പണ്ടൊരു ഇതുണ്ടായിരുന്നു. നമ്മുടെ ഗുരുകുലത്തിൽ പോകുമ്പോൾ
ഒരു ഉണങ്ങിയ ചുള്ളിക്കമ്പ് കൊണ്ടാണ് വിദ്യാർത്ഥി പോകേണ്ടത്, അതിനെ സമിത്തെന്ന് പറയും. അപ്പോൾ അതവിടെ ആ ഹോമകുണ്ടത്തിൽ സമർപ്പിച്ചിട്ട് അതിങ്ങനെ ഭസ്മമായിട്ട് മാറുന്നു. ഗുരു ആദ്യമേ ഭസ്മം എടുത്തിട്ട് പറയുന്നു, ഭസ്മാന്തിം ശരീരം, യുവർ ബോഡി ഈസ് ഗോയിങ് ടു ബി ടേൺഡ് ടു ആഷസ്. അപ്പോൾ ശരീരം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ്. ഇപ്പോൾ ശരീരതേ ഇത് ശരീരമല്ല, നശിച്ചു പോകുന്നതാണ് ശരീരം എന്ന് പറഞ്ഞ് ശരീരത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് അവിടെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് എറ്റേണലായ ഒരു എലമെൻ്റ് ഉണ്ട്. ഇത് ഭാരതത്തിൻ്റെ ഈ കോറിഡോർസ് ഓഫ് വിസ്ഡത്തിൽ എപ്പോഴും മുഴങ്ങി കേൾക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ മാം പറയുന്ന പോലെ ഇറ്റ് ഹാസ് ഗോട്ട് സം ക്രിസ്റ്റൽ ക്ലാരിറ്റി. അത് എന്താണ് നിങ്ങളെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ മാഡത്തിന് സാധിക്കുന്നു. ഇത്രയും കാര്യങ്ങളിൽ എനിക്ക് കിട്ടിയിട്ടുള്ള വ്യക്തത ഞാൻ ഷെയർ ചെയ്യാം. അത് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത തരുന്നുണ്ടെങ്കിൽ നല്ലത്, ഇല്ല നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വിട്ടുകളയൂ. ബിക്കോസ് ഫൊഗെറ്റ് ഇറ്റ്, ഇറ്റ്സ് നോട്ട് ഫോർ യു. ഇപ്പൊ ചിലപ്പോൾ നമുക്ക് അലർജിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും, ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആൾക്കാരുണ്ട്, അവർക്ക് പാല് കൊടുക്കരുത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇഫ് ഇറ്റ് ഹെൽപ്സ് യു ടേക്ക് ഇറ്റ്, ഇഫ് ഇറ്റ് ഡസന്റ് ഹെൽപ്പ് യു ജസ്റ്റ് വേസ്റ്റ് ബിന്നിൽ ഇട്ടോളൂ. അതിനി ഒരുപാട് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ ഈ ബുക്കിലും അതിന്റെ ഒരു എക്സാമ്പിൾ പറയാറുണ്ട് ഓഫ് സെൽഫോൺ. അപ്പൊ സെൽഫോൺ നമ്മുടെ ഹാർഡ്വെയർ നമ്മുടെ ബോഡി ആണെങ്കിൽ അതിൽ ആ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് മൈൻഡ് ആണെങ്കിൽ അതിലുള്ള ഇന്റർനെറ്റ് കോൺഷ്യസ്നെസ് ആണ്, അതിലുള്ള ചാർജ് ബാറ്ററി ഓർ ചാർജ് ഇസ് ദ എനർജി ഇൻ ഇറ്റ്. അപ്പൊ ഈ രീതിയിൽ ഇപ്പൊ നമ്മുടെ ബോഡിയും മൈൻഡും ഇതിനെ നോക്കുകയാണെങ്കിൽ എനർജി ആൻഡ് കോൺഷ്യസ്നെസ്, ഈ 4 എലിമെന്റ്സ് വെച്ചിട്ടാണ് ഒരു മനുഷ്യൻ ഉണ്ടാവുന്നത് ബേസിക്കലി. അതായത് ബോഡി, മൈൻഡ്, എനർജി ആൻഡ് കോൺഷ്യസ്നെസ്. ആൻഡ് ഈ എനർജിയും കോൺഷ്യസ്നെസ് ആക്ച്വലി സെപ്പറേറ്റബിൾ അല്ല, ജസ്റ്റ് ലൈക്ക് മൈൻഡ് ആൻഡ് ബോഡി സെപ്പറേറ്റബിൾ അല്ല. അപ്പൊ അതില് ഈ മൈൻഡ് എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ നിന്നാണ് ഈ യാത്ര തുടങ്ങിയത്. സൈക്കോളജിയിൽ മൈൻഡ് എന്താണെന്ന് അറിയുന്നു പറഞ്ഞത് സൈക്കോളജിക്ക് അറിയില്ല, സൈക്കോളജിസ്റ്റിനും അറിയില്ല. എല്ലാവരും അവരുടേതായ കുറെ ധാരണകൾ പുലർത്തുന്നു, അത് തമ്മിൽ ക്ലാഷ് ആവുന്നു. നമുക്ക് ആർക്കും അതിലൊരു വ്യക്തത കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് പോയത് ഇതേ ചോദ്യമായിട്ട്. സോ വാട്ട് ഐ ഹാവ് കം ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് ദ മൈൻഡ് ഇപ്പോഴത്തെ കാലത്ത് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ചുകൂടി ഈസിയായി ബിക്കോസ് ഓഫ് ഇന്റർനെറ്റ് ആൻഡ് സ്മാർട്ട് ഫോൺസ്. ഈ എക്സാമ്പിൾ ഇല്ലാതെ നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇന്റർനെറ്റ് ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ടായതുകൊണ്ട്, ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ആ ഇന്റർനെറ്റിൽ കണക്ട് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കണം. അപ്പൊ അതാണ് മൈൻഡ്. ആൻഡ് നമ്മൾ റെൽംസ് വൈസ് പറയുമ്പോൾ ഫിസിക്കൽ റെൽം, ഇപ്പൊ നമ്മുടെ ബോഡി ഉണ്ട്, നമ്മൾ ശ്വസിക്കുന്ന ഈ ജീവൻ, ഈ ബോഡി, ഈ ജീവൻ ശ്വസിച്ചുകൊണ്ടാണ് ഇത് ജീവനോടെ ഇരിക്കുന്നത്. അപ്പൊ ദിസ് ഇസ് ദ എത്തീരിയൽ റെൽം. ഇത് തന്നെയല്ലേ മുന്നോട്ട് പോയി നമ്മുടെ അറ്റ്മോസ്ഫിയറിന് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ സ്പേസ് എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് ഇസ് ദി ആസ്ട്രൽ റെൽം. അതിലാണ് എല്ലാ ഗ്രഹങ്ങളും എല്ലാം ഉള്ളത്. എക്സ്പാൻഡിങ് കോൺഷ്യസ്നെസ് നമ്മുടെ തന്നെ കണ്ടിന്യൂവേഷൻ ആണത്. എവിടെ നമ്മളും അത് തമ്മിൽ ഡിഫറൻസ് ഇല്ലല്ലോ. ഇവിടുന്ന് അന്തരീക്ഷം തുടങ്ങി, നമ്മൾ അന്തരീക്ഷത്തിന്റെ ഉള്ളിലാണ് ഈ ബോഡി. ആ ബോഡിയുടെ ചുറ്റിനും അന്തരീക്ഷം, ആ അന്തരീക്ഷത്തിന് ചുറ്റിനും ഇനിയും ഗ്രഹങ്ങൾ. ആസ് വി ഗോ ബിഗർ ഇൻസൈഡ് ഇറ്റ് ഇസ് ദ ഗ്രഹങ്ങൾ. അതൊക്കെ നമ്മുടെ പാർട്ട് തന്നെയാണ്. ദാറ്റ്സ് വൈ ആസ്ട്രോളജി എഫക്ട്സ് ദ ബോഡി. ഇറ്റ്സ് കണ്ടിന്യൂവേഷൻ ഓഫ് ദിസ് ബോഡി. ഇനിയും പോയി. അപ്പൊ നമ്മൾ ഈ ശരീരം മാത്രമല്ല എന്ന്, ഇത് നമ്മുടെ ഏറ്റവും യൂസബിൾ ഇൻഡിവിജ്വൽ ടൂൾ. തീർച്ചയായും ചിലവർക്ക് 2 കൈ കൊണ്ടും സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ അല്ലേ? അതുപോലെ ഈ 2 ശരീരങ്ങളും ഒരേ മൈൻഡ് സെറ്റിലേക്ക് പോയാൽ they are doing the same job. ഡെഫിനറ്റ്ലി. ഒരു കാര്യം പറഞ്ഞിട്ട്, കാരണം ഇപ്പം പറഞ്ഞു ഈ ആസ്ട്രോളജിക്കൽ ഫാക്ടേഴ്സ് നമ്മളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ റാഷണലിസ്റ്റുകൾ ഇതിനെ ഭയങ്കരമായിട്ട് എതിർക്കുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ മാനസികമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ആൾക്കാരെ അവർ വിളിക്കുന്ന ലുനാറ്റിക് എന്നാണ് വിളിക്കുന്നത്. മീൻസ് ലൂണാറിന്റെ ഇൻഫ്ലുവൻസ് ആണ്. എക്സാക്ട്ലി. അപ്പം നമ്മുടെ കൾച്ചറിൽ ഓൾറെഡി ഇതെല്ലാം കോർത്തിണക്കി വെച്ചിരിക്കുകയാണ്. ഇറ്റ്സ് ആക്ച്വലി വെരി ഈസി. നമ്മൾ നമ്മുടെ റൂട്ട്സ്, നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസ രീതി കാരണം നമ്മൾ വിട്ടിരിക്കുകയാണ് ആ റൂട്ട്സ്. എന്നാൽ നമുക്ക് തന്നിട്ടുള്ളത് ഈ എയർ പ്ലാന്റിനെയാണ്. റൂട്ട്സും വേണ്ട, അതിന് കാറ്റത്ത് ജീവിക്കുന്ന കുറെ എയർ പ്ലാന്റ്സ് ഉണ്ടല്ലോ. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം. അതിന് വേരും ഇല്ല, അതിന് പോകാൻ എവിടെയും ഇല്ല, വെറുതെ അവിടെ തൂങ്ങിക്കിടക്കും, ജീവനുണ്ടെന്ന് പറയുകയും ചെയ്യും. സോ what I'm saying is, if we go little further into our own roots, we have answers to all the questions. Exactly. And everything is connected. Because ഒന്നും തമ്മിൽ സെപ്പറേറ്റ് അല്ല. ഇപ്പൊ ആയുർവേദം ആസ്ട്രോളജി എന്നോ
ഇത് രണ്ടും നോർമൽ ഡേ ടു ഡേ ലൈഫിന്റെ രീതിന്നോ നമ്മുടെ ഗുരുകുലത്തിൽ പഠിപ്പിച്ചിരുന്നത് ഇത് എല്ലാത്തിനും മാറിയിട്ടോ ഒന്നുമല്ല. എല്ലാം ഒരു വലിയ ഇക്കോ സിസ്റ്റമാണ്. ആൻഡ് ഇറ്റ് ഇസ് എൻ ഇക്കോ സിസ്റ്റം ദാറ്റ് ഹാസ് ഓൾ ദി ആൻസേഴ്സ് ഓൾറെഡി. നമ്മളിനി ആദ്യം തൊട്ട് വീല് റീഇൻവെന്റ് ചെയ്യണ്ട. ദ വീൽ ഇസ് ഓൾറെഡി ദേർ. യു ജസ്റ്റ് ഹാവ് ടു യൂസ് ഇറ്റ് ഇൻ യുവർ ഡെയിലി ലൈഫ്. നമ്മൾ ഇൻസ്റ്റെഡ് വലിയ ഫോറിനേഴ്സ് ആയിട്ട് ഈ ലാൻഡിൽ ജീവിച്ചിട്ട് വിദേശ വിദ്യാഭ്യാസ സിസ്റ്റംസും വെച്ചിട്ട് കൺഫ്യൂഷൻ അടിച്ച് നമ്മൾ എന്നിട്ട് ചോദിക്കും ഈ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഞാൻ എന്തിനാ ആക്ച്വലി പഠിക്കുന്നത്? എനിക്ക് ഞാൻ ആ ലൈൻ ഓഫ് ജോലിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ ഞാൻ ഇതൊക്കെയാണ് പഠിക്കുന്നത്. എന്നാൽ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണമെന്നോ ഈ ലോകത്തിലെ വേണ്ട കോമൺ സെൻസ് കാര്യങ്ങളൊന്നും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ പഠിപ്പിക്കുന്നില്ല. ബിക്കോസ് ഹൂ ഗേവ് us this educational system? Every other colonized country went back to their roots and their educational system. നമ്മൾ ഇവിടെ we continue with the old colonization അതേ education system. That system is meant to create more workers. Shipais. ബിക്കോസ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ സമയത്ത് തുടങ്ങിയ ഒരു ഡേ കെയർ സിസ്റ്റമാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇവര് ജോലിക്ക് പോകുമ്പോൾ ഇവരെ ഇവിടേക്ക് വിടും. സോ ദേ ആർ ട്രെയിനിങ് മോർ പീപ്പിൾ ടു ഗോ ഇൻ ടു ദ ഫാക്ടറീസ്. ഇന്ന് അതാണോ വേണ്ടത്? ആഫ്റ്റർ ഓൾ ദിസ് ആ ഫാക്ടറീസിലേക്ക് പോകാൻ പോകുന്നത് AI റോബോട്ട്സ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വി നീഡ് ടു റിയലൈസ് ദാറ്റ് വി ആർ ഹ്യൂമൻ ബീങ്സ്, വി ആർ നോട്ട് സം മെഷീൻസ്. And what's a human being? Now you come to these questions. It is high time. ഇതിനി നമ്മളിപ്പോൾ അന്വേഷിച്ചില്ലെങ്കിൽ നമുക്ക് ആർക്കാണെങ്കിലും ആങ്സൈറ്റിയും പാനിക്കും ഡിപ്രഷനും ഉണ്ടാവും. ബിക്കോസ് ദ വേൾഡ് ഇസ് ടെലിംഗ് us ഉണരൂ, നടക്കൂ, അടുത്ത കാര്യത്തിലേക്ക് കയറൂ. നിങ്ങൾ അപ്പോഴും പഴഞ്ചൻ ഐഡിയകളും വെച്ചിട്ട് ഇല്ല ഞാൻ ആദ്യം ഒരു എഞ്ചിനീയർ ആവണം, പിന്നെ ഞാൻ കല്യാണം കഴിക്കണം. See, we have so many unemployed people in the world because they are still following the same old way. A new way has opened up, a new world has opened up. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കോംപ്ലക്സ് രീതിയിലല്ല പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് ചർച്ച ചെയ്യുമ്പോൾ എല്ലാം കൂടെ കോംപ്ലക്സ് ആയിട്ട് തോന്നും. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ ദ മൈൻഡ് ഈസ് എ റെൽം ലൈക്ക് അവർ ഇന്റർനെറ്റ്. ഇപ്പം നമ്മൾ പറയുകയാണ് ഇൻസ്റ്റാഗ്രാം ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാം. പ്രൈവറ്റ് അക്കൗണ്ട്സ് ഉള്ളവരുടെ മാത്രം നമുക്ക് കാണാൻ പറ്റില്ല. ബാക്കി വെറുതെ നമ്മൾ പോയി ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ സെർച്ച് ചെയ്താൽ തന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാം അവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ഓൺ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, അതിനൊരു പാസ്വേഡ് ഉണ്ട്, അത് നമുക്ക് മാത്രമുള്ളതാണ്. അതിനെ പ്രൈവറ്റ് ആക്കിയാൽ പക്ഷെ അത് ഇന്റർനെറ്റിൽ തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിന്റെ സക്കർബർഗ് തീരുമാനിക്കുകയാണ് നാളെ മുതൽ ഇൻസ്റ്റാഗ്രാം വേണ്ട എന്ന് തീരുമാനിച്ചാൽ നമ്മുടെയൊക്കെ ആ മെമ്മറീസ് ഒക്കെ അവിടെ പോയി. ഓർക്കുട്ടൊക്കെ മുമ്പ് പോയിട്ടുണ്ട്, അതേപോലെ ഇതിനും പോവാം. പക്ഷെ ആ മൈൻഡ്, ആ കളക്റ്റീവ് സംഭവമാണ് മൈൻഡ്. നമ്മുടെ എല്ലാവരുടെയും തോട്ട്സ് ഉള്ളതും വരുന്നതും പോകുന്നതും അതിലേക്കാണ്. ഇറ്റ്സ് ലൈക്ക് എ ക്ലൗഡ്, എ വെരി ലാർജ് ക്ലൗഡ് സിസ്റ്റം ഓഫ് കളക്റ്റീവ് തോട്ട്സ്. ദിസ് ഇസ് ദ മൈൻഡ്. അതെ, യുങ്ങിയൻ തിയറിയിൽ പറയുന്ന കളക്റ്റീവ് കോൺഷ്യസ്നസ് അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. calling it consciousness because see, Jung is not talking spirituality. I am saying consciousness and mind are two things. So ഞാൻ നേരത്തെ പറഞ്ഞു ബോഡി, മൈൻഡ്, എനർജി, കോൺഷ്യസ്നസ്. കോൺഷ്യസ്നസ് എവിടെ ഇരിക്കുന്നു? കോൺഷ്യസ്നസ് സച്ചിദാനന്ദം, ദാറ്റ് ഇസ് ദ അൾട്ടിമേറ്റ്. നമ്മളിവിടെ പറയുന്ന മൈൻഡ് ഒരു ചെറിയ ക്ലൗഡ് പോലത്തെ സിസ്റ്റമാണ്, നമ്മുടെ അറ്റ്മോസ്ഫിയർ പോലെ. നമ്മുടെ ഏർത്തിന്റെ അറ്റ്മോസ്ഫിയർ അല്ലല്ലോ സ്പേസിലെ അവസ്ഥ. പക്ഷെ നമുക്ക് ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഭൂമിക്ക് എങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടോ അതേപോലെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനുഷ്യന്മാർക്ക് ഒരു മൈൻഡ് ഉണ്ട്. ഓവറോൾ എല്ലാ ജീവികൾക്കും കൂടിയിട്ട് ഒരു മൈൻഡ് ഉണ്ട്. ഫ്രം വെയർ ഇൻസ്റ്റിങ്ച്വലി എല്ലാ ആനിമലിനും അറിയാം എങ്ങനെയാണ് അത് പിന്നെ ഭക്ഷണം കഴിക്കേണ്ടത്, എന്താണ് അത് ചെയ്യേണ്ടത്, എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ആരും പഠിപ്പിക്കുന്നില്ല. അത് ഇൻസ്റ്റിങ്ക്ട് ആൻഡ് ഫ്രം പ്രകൃതി, നേച്ചർ ഹാസ് എ കളക്റ്റീവ് മൈൻഡ്. ദെയർസ് ഓൾറെഡി ഇൻഫർമേഷൻ. ഇറ്റ്സ് ജസ്റ്റ് എ ക്ലൗഡ് ഓഫ് ഇൻഫർമേഷൻ ലൈക്ക് അവർ ഇന്റർനെറ്റ്. ഇന്ന് ഓൾ ഇൻഫർമേഷൻ ഇസ് വിത്ത് യു. യു ഹാവ് എ സ്മാർട്ട് ഫോൺ ടു കണക്ട് ടു ദാറ്റ്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് വി ഹാവ് എ ബോഡി ടു കണക്ട് ടു ദ മൈൻഡ്. The mind exists. It is not yours. അതാ ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് നോട്ട് മൈ മൈൻഡ്. അപ്പോ ഗൂഗിളിൽ എല്ലാ ഇൻഫർമേഷനും ഉണ്ട്, പക്ഷെ എനിക്ക് എന്റെ ഓൺ ഗൂഗിൾ അക്കൗണ്ട് ഉണ്ട്. ദാറ്റ് ഇസ് മൈ മൈൻഡ്. But it is part of the larger mind. It's one small socket in the mind. As is the human mind, so is the cosmic mind എന്ന് പറയുന്നത്. But that is when your human mind expands to the size of the cosmic mind. അതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ട്. നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ആരെയും ഫോളോ ചെയ്യുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ മാത്രം ഫോട്ടോസിന് വേണ്ടി പ്രൈവറ്റ് ആയിട്ടൊരു അക്കൗണ്ട് വെക്കുന്നു. അതൊരു എക്സ്റ്റെൻസീവ് ലൈബ്രറി, വേറെ കാശൊന്നും കൊടുക്കാതെ എല്ലാ ഫോട്ടോസും ഇടാവുന്ന ഒരു ലൈബ്രറി ആയിട്ട് അത് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ്.
പക്ഷെ അത് ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ദ കളക്റ്റീവ് വിച്ച് ഇസ് കോൾഡ് ഇൻസ്റ്റാഗ്രാം ഓർ വാട്ട് എവർ ആസ് ആൻ എക്സാമ്പിൾ. ദാറ്റ് ഇസ് ദ കളക്റ്റീവ് മൈൻഡ്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈവറ്റ് മൈൻഡ് ഉണ്ട് ഇൻ വിച്ച് യു ഹാവ് ഓൾ യുവർ മെമ്മറീസ് സ്റ്റോർഡ്. അല്ലേ? ദ മൈൻഡ് ഇസ് ജസ്റ്റ് എ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഇറ്റ് ഇസ് നോട്ട് എനിബഡീസ് കുടുംബസ്വത്ത്. ഇറ്റ് ഇസ് ദർ, ലൈക്ക് നമ്മുടെ അന്തരീക്ഷം പോലെ അതവിടെ ഉണ്ട്. മൈൻഡ് ഇസ് ദർ. അതുകൊണ്ടാണ് വെൻ യു ടേക്ക് എനി ഫോം എനി ബോഡി ക്യാൻ ടാപ്പ് ഇൻ ടു ദ സെയിം മൈൻഡ്. നിങ്ങളിപ്പോ iPhone 12 യൂസ് ചെയ്തപ്പോൾ നിങ്ങൾ ക്ലൗഡിലേക്ക് ഒരു സാധനം അപ്ലോഡ് ചെയ്തു. iPhone 15 വന്നപ്പോഴും നിങ്ങൾ അത് തന്നെ ഡൗൺലോഡ് ചെയ്തു ക്ലൗഡിൽ നിന്ന്. മൈൻഡ് കണ്ടിന്യൂസ്, ബോഡി ചേഞ്ചസ്. ദാറ്റ്സ് വൈ യു ക്യാൻ ഹാവ് പാസ്റ്റ് ലൈഫ് മെമ്മറീസ്. വണ്ടർഫുൾ. നിങ്ങൾ iPhone 15 പാസ്റ്റ് ലൈഫ് മെമ്മറി ആണ് iPhone 12 അപ്ലോഡ് ചെയ്ത സാധനം. അതെ, എനിക്ക് ഇത്രയും ക്ലാരിറ്റിയോട് കൂടി ആരും ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. കോമൺ സെൻസ് സംസാരിക്കണം. അപ്പോഴാണ് ആൾക്കാർക്ക് പേടിയാവുന്നത്. ബിക്കോസ് ഇനിയിപ്പോ ഇതിനെ കളിയാക്കിയാലേ പറ്റുള്ളൂ. ബിക്കോസ് ഇങ്ങനെ പറയുന്ന ഒരാളെ നമുക്ക് ഇനി മിണ്ടാതാക്കണമെങ്കിൽ അവരെ കളിയാക്കുക, ട്രോൾ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ആ ട്രോളും കൂടെ നമുക്ക് ഗുണമാവും. അങ്ങനെയാണ് ഈ സെൽഫ് പബ്ലിഷ്ഡ് ബുക്ക് പെൻഗ്വിൻ ബുക്ക് വരെ എത്തിയതും. സിംഗിൾ ആയിട്ട് ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന ഞാൻ ഇപ്പൊ കല്യാണം കഴിച്ച് നമ്മുടെ നേഷൻ അഭിമാനിക്കുന്ന ഒരു ആസ്ട്രോനോട്ടിനെ കല്യാണം കഴിച്ചിരിക്കുന്നതും ആ ട്രോളുകൾ കൊണ്ട് തന്നെയാണ്. സോ ഐ എം ജസ്റ്റ് സേയിങ് യു ഓൾവേസ് കണ്ടിന്യൂ വിത്ത് യുവർ. അല്ല, പെട്ടെന്ന് ആരോ പറഞ്ഞു, കാരണം ഇങ്ങനെ ഒരു ഇഫ് യു വർക്ക് ഫോർ ദ ഡിവൈൻ വിൽ വർക്ക് ഫോർ യു എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് യു ആർ ദ ഡിവൈൻ. യു ആർ ദ ഡിവൈൻ. കാരണം ആ സമയത്ത് തന്നെ നമ്മുടെ PM വന്നിട്ട് പ്രഖ്യാപിക്കുകയാണ് അല്ലെ, അതിൽ 4 പേരിൽ ഒരാളാണ് മാമിന്റെ ഹസ്ബൻഡ്. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. നമുക്ക് ഒരിക്കലും ദ ഹോൾ പോയിന്റ് ഇസ് ഈ ഇന്റർവ്യൂ, ഞാൻ അന്ന് കൊടുത്ത ഇന്റർവ്യൂ, അതിനുണ്ടായ ട്രോളുകൾ കാരണമാണ് അദ്ദേഹം എന്നെ നോട്ടീസ് ചെയ്തത്. അത് കാരണം ഇതിപ്പോ എന്റെ ചിന്താഗതിയായിട്ട് ഭയങ്കര മാച്ച് ഉള്ള ഒരാളാണല്ലോ എന്ന് പറഞ്ഞ് അന്വേഷിച്ച് അങ്ങനെയാണ് എനിക്ക് ഈ മാരേജ് പ്രപ്പോസൽ വരുന്നത്. നവംബറിലാണ് എന്നെ ആദ്യമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. ഡിസംബറിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. പിന്നെ വീട്ടുകാരെ ആലോചിച്ച് കല്യാണം ഉറപ്പിക്കുന്നത്. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ദി സെയിം ട്രോൾസ് കാരണം ഒരു വീഡിയോ വൈറലായപ്പോ സാധാരണ സിനിമാക്കാർ പറയുന്ന വർത്താനം കേൾക്കാത്തവരാണ് ഈ സയന്റിസ്റ്റും ഈ വലിയ വലിയ ആൾക്കാരും, റൈറ്റേഴ്സ് ആൻഡ് എഡിറ്റേഴ്സ് ആൻഡ് ഓൾ ഓഫ് ദം. സിനിമാക്കാരെന്തൊക്കെയോ പറയുന്നുള്ള രീതിയിലാണ് അവര് പോകുന്നത്. അപ്പൊ ഞാൻ പറയുന്ന ഒന്നും സാധാരണ എന്റെ വേറെ ഇന്റർവ്യൂസ് ഒന്നും കണ്ടിട്ടില്ല. ഇത് വൈറലായതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചു, ഇത് എന്താ ഇത്ര വൈറലാവാൻ എന്ന് പറഞ്ഞ് നോക്കിയപ്പോ ഇവര് പറയുന്ന കാര്യമുണ്ടല്ലോ അല്ലെ. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഒരു പ്രോഗ്രാം, അവിടെ ആർക്കും ഞാൻ പറയുന്നത് ഒരു വിചിത്രമായിട്ട് തോന്നുന്നില്ലല്ലോ. ദേ ആർ ഓൾറെഡി ലിവിങ് ഇൻ ദാറ്റ് സ്ട്രാറ്റ. പക്ഷെ അവര് പഴയ രീതിയിൽ തന്നെയാണ് പറഞ്ഞു പോണെങ്കിൽ, ഞാനിപ്പോ വളരെ ഈ പറഞ്ഞ പോലെ സ്മാർട്ട് ഫോണും ഇതും അതും നമ്മുടെ ചുറ്റിനുള്ള കാര്യങ്ങൾ വെച്ചിട്ട് കോമൺ സെൻസിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. എന്നിട്ടും ഞാൻ പറയുന്നതായിട്ട് യോജിപ്പില്ലാത്തവരുണ്ടാവുമ്പോ മോസ്റ്റ്ലി ഇറ്റ് ഇസ് ബിക്കോസ് ഞാൻ താൻ പറയുന്നതായിട്ട് യോജിച്ചാൽ എന്റെ ജീവിത രീതി മാറണം. അത് മാറാതിരിക്കാൻ ഞാൻ തന്നെ കളിയാക്കിയാൽ മതിയല്ലോ. പലപ്പോഴും ആൾക്കാർ വട്ടെന്ന് പറയുന്നത്, ഓ അയാൾക്ക് വട്ടാ എന്ന് വെച്ചാൽ എന്താ, നിങ്ങൾക്ക് അയാൾ പറയുന്നതായിട്ട് യോജിപ്പില്ല. ദാറ്റ്സ് ഓൾ ഇറ്റ് മീൻസ്. ഞാൻ ചേഞ്ച് ചെയ്യാൻ തയ്യാറല്ല, ഞാൻ റെഡിയല്ല, എനിക്ക് ഇങ്ങനെ തന്നെ പോകണം. അതുകൊണ്ട് അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അവനെ വട്ട്. ദിസ് ഇസ് ദ. പക്ഷെ ഇപ്പൊ ആൾക്കാർ ആക്ച്വലി തുറന്നടിച്ച് സംസാരിച്ചു തുടങ്ങി. പക്ഷേ ഈ ഒരു ഒപ്പീനിയനറ്റ് മൈൻഡ് കൊണ്ട് ഒരുപാട് പേര് പുറകോട്ട് പോകുന്നുണ്ട്. അവനൊക്കെ ആ ഒരു ബോൾഡ് ആയതുകൊണ്ട് അതെ, ഞാനതൊരു 20 years കഴിഞ്ഞപ്പോ ഈ ബുക്ക് എഴുതി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇനി ഇത് പറഞ്ഞേ പറ്റൂ. പിന്നെ ഞാൻ ആക്ച്വലി ഞാൻ ആരെയാ പേടിക്കുന്നത്, എന്തിനാ പേടിക്കുന്നത്? വാട്ട് വിൽ യു ഡു? ഐ എം സേയിങ് വാട്ട് ഐ ഹാവ് ടു സേ. ദ്രോഹിക്കുന്ന ഒരു കാര്യം നമ്മൾ പറയുന്നത്. അതെ. ഈ അസത്യം പറയുന്നവനും അർത്ഥസത്യം പറയുന്നവനും ഏറ്റവും കൂടുതൽ ആഘോഷത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് സത്യം പറയുന്ന ഒരാളിന് പേടിക്കേണ്ടി വരുന്ന ഒരു കാലം. അതാണ് പ്രോബ്ലം. അപ്പോൾ ഇത് ഐ എം ഹോപ്പിംഗ് ദാറ്റ് ദിസ് ബുക്ക് വിൽ ഹെൽപ്പ് മെനി പീപ്പിൾ. അവരുടെ അറിവ് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ സഹായിക്കട്ടെ. ഇപ്പൊ ഒരാള് ഒരിക്കൽ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ചെന്നേക്കാം, പിന്നെ ഞാനും എണീറ്റല്ലേ എന്നാവും. ഹോപ്പ്ഫുള്ളി അതാവട്ടെ. അതെ. അപ്പോൾ കുൻഫയ എന്നൊരു പാട്ടുണ്ടല്ലോ, ഭയങ്കര രസകരമായൊരു സൂഫി സോങ്ങാണ്. അപ്പോൾ അതിനകത്ത് ബി ആൻഡ് ഇറ്റ് ഈസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാമിൻ്റെ ബുക്കിൽ പറയുന്നുണ്ട് ഓൾ ഗോഡ് വാണ്ടഡ് ഈസ് ടു ബി. നമ്മൾ അത് ആയിത്തീരുക എന്നുള്ളതാണ് അല്ലെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു. നമ്മൾ ദൈവമാണ്. അതെ, അത് ആയിത്തീരുക. വാട്ട് ഈസ് ദൈവം? ലൈഫ്. ലൈഫ് ഈസ് കോൺഷ്യസ് എനർജി. ആൾക്കാർ ചോദിക്കും then what is life? നമ്മൾ നേരത്തെ പറഞ്ഞ ബോഡി, മൈൻഡ്, എനർജി, കോൺഷ്യസ്നെസ്. ഈ എനർജി ആൻഡ് കോൺഷ്യസ്നെസ് ഇസ് ദ
ലൈഫ് എലിമെന്റ്. ദ ബോഡി ആൻഡ് ദ മൈൻഡ് ആർ ദ വെഹിക്കിൾ എലിമെന്റ് ആൻഡ് ആ വെഹിക്കിളിന്റെ സോഫ്റ്റ്വെയർ. അപ്പൊ ഈ ഗോഡ് എന്ന് നമ്മൾ പറയുന്ന ഒരു വേർഡിന് ഞാനത് ഗോഡ് എന്ന് ഒരു റിലീജിയസ് ടേമിലല്ല പറയുന്നത്. ഐ എം ജസ്റ്റ് സെയിങ് വി ആർ കോളിംഗ് കോൺഷ്യസ് എനർജി വിച്ച് ഇസ് ലൈഫ്. വി ആർ കോളിംഗ് ദാറ്റ് ഗോഡ് ആൻഡ് ദാറ്റ് ഇസ് ഇൻ കൺട്രോൾ ഓഫ് എവറിഥിങ്. ലൈഫ് അല്ലാത്ത എന്താ ഉള്ളത്? ലൈഫ് അല്ലാത്ത ഒന്നുമില്ല. ദാറ്റ്സ് കോൾഡ് എക്സിസ്റ്റൻസ്. സോ എക്സിസ്റ്റൻസ് ഇസ് ഓൾ ദെയർ ഇസ് ആൻഡ് ഇറ്റ് ഇസ് ഇൻ കൺട്രോൾ ഓഫ് ഓൾ ബോഡീസ് ആൻഡ് ഓൾ മൈൻഡ്സ്. അങ്ങനെയാണ് നമ്മളെല്ലാം ഒന്നാണെന്ന് പറയുന്നത്. എങ്ങനെ നമ്മളെല്ലാം ഒന്നാവുന്നത്? നമ്മളെല്ലാം ആ ഒരു ലൈഫാണ്. ഈ ശരീരങ്ങൾ മാത്രം അതിന്റെ വേറെ വേറെ എക്സ്പ്രഷൻസ് ആണ്. ടു ഹാവ് ഡിഫറെന്റ് എക്സ്പീരിയൻസസ് ആൻഡ് ടു എക്സ്പ്രസ് ഇൻ ഡിഫറെന്റ് വേസ്. ഞാൻ ചിരിക്കുന്ന പോലെയല്ല നിങ്ങൾ ചിരിക്കുന്നത്. അത് ലൈഫിന്റെ ചിരിയാണ്. ലൈഫ് ഈ രൂപം എടുക്കുന്നു, ലൈഫ് ഈ രൂപം എടുക്കുന്നു. ലൈഫ് പല അനുഭവങ്ങളും അനുഭൂതികളും എക്സ്പ്രഷൻസും ഉണ്ടാവാൻ വേണ്ടി എടുക്കുന്ന രൂപങ്ങളാണ്. വിരാട് പുരുഷനായിട്ട് വരുമ്പോഴത്തേക്ക് എല്ലാം അതിനകത്തുണ്ട്. Everyone has everything. That's why you are not just a drop. You are the entire ocean in a drop. And everybody is a drop of that same ocean. മോഡേൺ സയൻസും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. വാട്ട് എവർ തിങ്സ് വി സീ അറൗണ്ട് us are the different manifestations of the same potential. പക്ഷെ അവർക്ക് ഈ ഒരു കാര്യത്തിലേക്ക് വരാനായിട്ട് ഇപ്പോഴും there is a dividing line between. ഓൾറെഡി അവിടം വരെ പറഞ്ഞെങ്കിൽ പിന്നെ ഓൾറെഡി ക്വാണ്ടം ഫിസിക്സ് കുറെ ഡിബങ്ക് ചെയ്തു. സോ സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി ആർ ഫൈനലി മീറ്റിംഗ് സംവെയർ. Now science can only prove what exists for the senses. അതിനു മുകളിലേക്കുള്ളത് പറഞ്ഞ സയൻസ് സ്പിരിച്വാലിറ്റി ആവും. അതെ ആക്ച്വലി ഭാരതീയ കോൺസെപ്റ്റിൽ അങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഓൾഡ് സിസ്റ്റത്തിലെ യൂറോപ്യൻ കൺട്രികളിൽ ഇപ്പൊ ഗലീലിയോ പോലുള്ള ആൾക്കാർ they were really combining both. ഒരു കൺവേർജൻസ് ആയിരുന്നു. പക്ഷെ പിന്നീട് എപ്പോഴാണ് God does not play dice. അപ്പോൾ ഈ സ്പിരിച്വൽ എലിമെന്റ് എന്തായാലും വരും. സയൻസ് നമ്മളെ ഇതുവരെ ഇതിപ്പോ ഈ നമ്മളിപ്പോ യൂസ് ചെയ്ത സ്മാർട്ട് ഫോൺ എക്സാമ്പിൾ, സയൻസ് ഇല്ലെങ്കിൽ ആ സ്മാർട്ട് ഫോൺ ഉണ്ടാവില്ല. അതിന്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ സ്പിരിച്വാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്തത്. സോ സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി ആർ റീച്ചിങ് എ കോമ്പിനേഷൻ, കമ്പൈനിങ്, ഒരു ഒന്നാവലുണ്ട് അതിന്റെ. അപ്പൊ അത് നടന്നോട്ടെ, ഇത്രയും കൂടെ ഈസി ആവും നമ്മുടെ ലൈഫ്. വെസ്റ്റേൺ മൈൻഡ് സെറ്റിൽ ധാരാളം ഫിലോസഫീസ് ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ഈ അബ്സേർഡിസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. കാരണം മനുഷ്യൻ ഒരു ഏലിയനായിട്ട് ഇവിടെ ജനിക്കുന്നു, ഏലിയനായിട്ട് മരിക്കുന്നു, സോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഹിപ്പി കൾച്ചർ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എപ്പോഴോ വളരെ പ്രകാശമാനമായ ഒരു തോട്ട് വന്നിട്ടുണ്ട്, നോ ദൈ സെൽഫ് അല്ലെങ്കിൽ ട്രസ്റ്റ് ദൈ സെൽഫ്, ട്രാൻസെൻഡന്റലിസ്റ്റ് കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്, എമേഴ്സന്റെ ഒക്കെ പ്രിൻസിപ്പിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി അത് തന്നെയല്ലേ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ പഠിപ്പിക്കുന്നതും, അവനവനെ അറിയുക, അതാണ് അറിവിന്റെ ആരംഭം എന്ന് പറയുന്നത്. മനുഷ്യൻ ഏത് സംസ്കാരത്തിൽ ജീവിച്ചാലും മനുഷ്യനാണ്. മനുഷ്യൻ എന്നും അറിയണം ഞാൻ എന്താ ഇവിടെ, ഞാൻ ആരാ, എന്താ ഇവിടെ നടക്കുന്നത്, ഇതൊക്കെ എങ്ങനെ ഉണ്ടായത്. വി ഡോണ്ട് ലൈക്ക് എൻ അൺആൻസേർഡ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ എന്താന്ന് എനിക്ക് അറിയില്ലേ. അപ്പോൾ പണ്ട് നമ്മുടെ ഈ പറഞ്ഞ മെന്റൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ബ്രെയിൻ കപ്പാസിറ്റി, മൈൻഡ് അല്ലാതെ ബ്രെയിൻ ആണ്. ബ്രെയിൻ ഫിസിക്കൽ ആണല്ലോ. അപ്പൊ ആ ഫിസിക്കൽ ബ്രെയിനിന്റെ ഒരു എവല്യൂഷൻ നടന്നിട്ടുണ്ട് ത്രൂ മോർ ആൻഡ് മോർ ഇൻഫർമേഷൻ. ഇറ്റ് ഇസ് പ്രോസസിംഗ് ദ ഇൻഫർമേഷൻ, ഇറ്റ് ഇസ് ബിക്കമിങ് മോർ ആൻഡ് മോർ എ സൂപ്പർ കമ്പ്യൂട്ടർ. ഇപ്പോഴത്തെ ബ്രെയിനിന്റെ എവല്യൂഷൻ വെച്ചിട്ട് ഇപ്പൊ ഇപ്പോഴത്തെ കുട്ടികളെ നോക്കിയാൽ നമ്മുടെ ബ്രെയിനിനേക്കാളും വളരെ ഇവോൾവ് ആണ് അവരുടെ വേറെ രീതിയിൽ. അപ്പൊ ഈ ബ്രെയിനിന്റെ എവല്യൂഷൻ വന്നപ്പോ നമ്മൾ ഈ അൺആൻസേർഡ് ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലും ഒരു പാസിഫൈങ് ഉത്തരം, ഇതൊക്കെ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ പോരാ, നമുക്ക് അത് എങ്ങനെയാണെന്ന് അറിയണം എന്നുള്ളതുകൊണ്ടാണ് സയൻസ് ഇത്ര പുരോഗമിച്ചത്. സയൻസ് ഇത്ര പുരോഗമിച്ചപ്പോൾ ഇറ്റ്സ് വി ഹാവ് കം ഫുൾ സർക്കിൾ. നമ്മൾ തിരിച്ച് റിയലി സ്പിരിച്വാലിറ്റിയുടെ നമ്മുടെ റൂട്ട്സിലേക്ക് തിരിച്ചെത്തി. അത് ഓൾമോസ്റ്റ് എല്ലാ കൾച്ചറിലും ഉണ്ടായിരുന്നു. നമ്മൾ എന്തോ ഭാഗ്യം കൊണ്ട് ആ കൾച്ചറിനെ അത്രയും കാത്തു സൂക്ഷിച്ച് കൊണ്ടു നടന്നു. പല സ്ഥലത്തും അത് നശിഞ്ഞു പോയി. അപ്പോൾ മാഡം, നമ്മുടെ ഈ ഈഗോ എന്ന് പറയുന്നതാണ്, ഐ തിങ്ക് ഈഗോ പ്ലേസ് ഇറ്റ്സ് എ വെരി നെഗറ്റീവ് പാർട്ട്, അല്ലെങ്കിൽ വളരെ ഡിസിസീവ് ആയിട്ട് ഒരു പാർട്ട് പ്ലേ ചെയ്യുന്നത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ മാം തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു നെഗറ്റീവ്, എല്ലാവർക്കും ഈ നെഗറ്റീവ് ഉണ്ട്. ഞാൻ അതുകൊണ്ട് ഇടയിൽ കയറി പറഞ്ഞത്. ആ ഈഗോ എന്ന് പറഞ്ഞ വാക്ക് ഒരിക്കലും നെഗറ്റിവിറ്റി അല്ല. ഈഗോ ഓൺലി മീൻസ് അറിവില്ലായ്മ. അറിവില്ലായ്മ ഒരു തെറ്റല്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈഗോ ഈക്വൽസ് ഇഗ്നറൻസ്. അത് ഈ ബുക്കിലും ഞാൻ എഴുതിയിട്ടുണ്ട്. അറിവില്ലാത്ത ഒരാൾക്ക് അയാളുടെ അറിവില്ലായ്മ നമ്മൾ കാണുമ്പോൾ അതിനെയാണ് നമ്മൾ ഈഗോ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഒരാൾക്ക് നമ്മളെല്ലാം ഒന്നാണെന്ന് അറിയില്ല, അപ്പൊ അയാൾ ഭയങ്കര വേറിട്ട് ഭയങ്കര ജാടയിട്ട് ബിഹേവ് ചെയ്യും. ഇപ്പൊ നമ്മളൊരാൾക്ക് ഭയങ്കര ഈഗോ. വാട്ട് യു മീൻ ബൈ ദാറ്റ്? ഹി ഡസന്റ് നോ. അതൊരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടീനെ എന്തിനാണ് തല്ലുന്നത്? അതിലൊരു നെഗറ്റിവിറ്റിയും ഇല്ല. അത് അറിവില്ലായ്മയാണ്. ഇനിയും അറിവ് വരാനുണ്ട്, അത്രല്ലേ ഉള്ളൂ. അപ്പൊ വിട്ടേക്കോ, അയാൾക്ക് അറിവ് വന്നോളും ഒരു സമയത്ത്. നിങ്ങൾ എന്തിനാ അതിൽ നെഗറ്റീവ് ആക്കുന്നത്?
അറിവില്ലായ്മ ഒരിക്കലും ഒരു നെഗറ്റിവിറ്റി അല്ല. ആ അറിവില്ലായ്മയുടെ പേരാണ് ഈഗോ. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയുന്ന ഒരു വാക്ക് ഈഗോ. ഈഗോന് തന്നെ കുറെ മീനിങ്സ് ഉണ്ട്. ഫ്രോയിഡിന്റെ മീനിങ് ഒന്ന്, വേറെ ആളുടെ മീനിങ് ഒന്ന്. നമ്മൾ കൊളോക്കിയലി പറയുന്ന ഈഗോന്റെ കാര്യം, ഈ ജാടയും ബിഹേവിയറിനും ഈ പറഞ്ഞ ആക്ച്വലി അതെന്താണ്? അറിവില്ലായ്മയാണ്. അതെ അതെ അതെ. അപ്പൊ നമ്മൾ അതിലിങ്ങനെ സ്റ്റക്ക് ആവുന്നുണ്ട്. മീൻസ് ഈ പറഞ്ഞ മാം പറയുന്ന പോലെ ആ ഒരു ഇഗ്നറൻസിൽ സ്റ്റക്ക് ആവുന്നത് കൊണ്ടാണ് നമുക്കൊരു നമ്മൾ ഈഗോ നമ്മുടെ അറിവാണെന്ന് വിചാരിച്ച്, നമ്മുടെ അറിവില്ലായ്മ നമ്മുടെ അറിവാണ് എന്ന് വിചാരിക്കുന്നത്. ഇപ്പൊ ചിലർ പറയില്ലേ, എനിക്കിതൊന്നും അറിയില്ല, ഇതൊക്കെ അറിയേണ്ട കാര്യമില്ല, അതാണ് ഈഗോ. എനിക്ക് അറിയില്ല, ഓക്കെ സമ്മതിച്ചു, അത് ഈഗോ അല്ല. പക്ഷെ നമ്മൾ പറയാണ് ഈ അറിവിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അവിടെയാണ് ആ അറിവില്ലായ്മേനെ നിങ്ങളുടെ വലിയൊരു കഴിവ് പോലെ കാണിക്കുമ്പോഴാണ് അത് ഈഗോ ആവുന്നത്. എനിക്കറിയില്ല, എനിക്ക് അറിയാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്ന ആളാണ് ഞാനീ. അയാൾക്ക് ഇനിയും ജ്ഞാനം കിട്ടും. ബിക്കോസ് ഹി സേയിങ് ഐ ഡോണ്ട് നോ, ഐ വാണ്ട് ടു നോ, സോ മോർ ഇൻഫർമേഷൻ വിൽ കം. ഒരാൾക്കൊരു കാര്യം അറിയില്ല, പക്ഷെ അയാൾ പറയണേ എനിക്കെല്ലാം അറിയാം, എനിക്കൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, എനിക്ക് എല്ലാം മനസ്സിലായി, ഇനി ആരും എന്നോടൊന്നും പറയണ്ട. ആരെന്ത് പറഞ്ഞാലും അവന് വട്ടാ, ആരെന്ത് അതിലെ പോയാലും അതൊന്നും ശരിയല്ല. അന്ന് നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? എനിക്ക് ഉത്തരവില്ല, പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ദിസ് ഇസ് ഈഗോ. ബിക്കോസ് അറിവില്ലായ്മേനെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഈഗോ. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. എല്ലാവരും എല്ലാം അറിഞ്ഞിരിക്കണം എന്നില്ല. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് ഗീതയിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്കത് വേണം, അതിനോടൊരു താല്പര്യം വേണം. താല്പര്യം എന്ന് വെച്ചാൽ സത്യം പറയാ, അറിയാവുന്നത് ഷെയർ ചെയ്യുക, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാ. ആ അറിയില്ല എന്ന് പറയാനുള്ള മടിയില്ലേ, അതാണ് ഈഗോ. അറിവില്ലായ്മയാണത്. സോ അതിനെ നെഗറ്റീവ് ആക്കണ്ട, അത് പാവം ജീവിച്ചു പോകട്ടെ. പക്ഷെ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവായിട്ട് തന്നെ പോയിക്കൊണ്ട് മീൻസ് നെഗറ്റീവ് ഇല്ല അതില്. ഈ അറിവില്ലായ്മയിൽ അവിടെ ജീവിക്കും. ആർക്ക് പോയി? ആ അറിയില്ലാത്ത ആൾക്ക് പോയി. കുഴപ്പമില്ല, അയാളുടെ സ്റ്റാൻഡ് അതാണ്, അയാളുടെ തീരുമാനം. എനിക്ക് അറിയില്ല, എനിക്ക് അറിയാൻ വേണ്ട, ശരി ആയിക്കോട്ടെ. നമ്മൾ എന്തിനാണ് അയാളുടെ മെക്കെട്ട് കയറാൻ പോകുന്നത്? അറിയില്ല, അറിയാൻ താല്പര്യമില്ല, ഓക്കെ നന്ദി നമസ്കാരം, നമ്മൾ നമ്മുടെ വഴിക്ക് പോവുക, അത്രല്ലേ ഉള്ളൂ. ഒരു നെഗറ്റീവും ഇല്ല പോസിറ്റീവും ഇല്ല അതില്. അതെ അതെ. മാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്നത്തെ ഒരു പ്രത്യക്ഷ സമൂഹം എന്ന് പറയുന്നത് ഒരുപാട് ഈ ക്രൈസിസുകളുടെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ചെറിയ കുട്ടികളിൽ പോലും ഭയങ്കരമായിട്ട് സ്ട്രെസ് ഫാക്ടർ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു, ആങ്സൈറ്റി, ഡിപ്രഷൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് തോന്നുന്ന ഒരു പ്രധാന കാര്യം, ഇപ്പോൾ നിത്യചൈതന്യയുടെ ഒരു ആർട്ടിക്കിളുണ്ട്, സ്വത്വ സംഘർഷം അല്ലെങ്കിൽ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ മാമിൻ്റെ ബുക്കിൽ വളരെ ഭംഗിയായിട്ട് ആ ഒരു ലെവൽസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ അത് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. മീൻസ് ഫ്രം എ വിക്ടിം ടു ദ ബ്ലിസ്. അപ്പോൾ ആ ഒരു ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ബേസിക്കലി മൈക്കിൾ ബെർണാർഡ് ബെക്വിത്ത് എന്ന് പറയുന്ന ആളുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഈ 4 സ്റ്റേജസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ പോലത്തെ. പക്ഷെ എനിക്ക് മനസ്സിലായത് ആ 4th സ്റ്റേജിന്റെ അപ്പുറത്തേക്ക് ഒരു സെൽഫ് റിയലൈസ് സ്റ്റേജ് ഓഫ് ഐഡന്റിഫിക്കേഷനും ഉണ്ട്. എബോവ് ബ്ലിസ്. ദാറ്റ് ഈസ് എബോവ് ബ്ലിസ്. ബിക്കോസ് നമ്മുടെ ഇതിൽ തന്നെ നമ്മൾ പറയും ആനന്ദമായ കോശം, അതിനപ്പുറത്താണ് ബ്രഹ്മൻ. ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റ് ഓഫ് എനി ഐഡന്റിഫിക്കേഷൻ. അപ്പൊ അതും വേണമല്ലോ. 5 സ്റ്റേജസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ശരീരമാണ് എന്ന് ഞാൻ വിചാരിച്ചാൽ ഞാൻ വിക്ടിമായിട്ട് ജീവിക്കും. ഞാൻ പറയും ജീവിതം എനിക്ക് സംഭവിക്കുകയാണ്, എന്താ എപ്പോഴും എനിക്കിങ്ങനെ സംഭവിക്കണം, ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ വരണേ. ഈ എനിക്കെന്ന് പറഞ്ഞാൽ ആ എനിക്ക് ആരാണ്? ഈ ശരീരം. എനിക്ക് ഈ അനുഭവം ഉണ്ടായി, അത് ശരിയായില്ല, മറ്റേത് വന്നില്ല. ബിക്കോസ് നല്ലത് വരുമ്പോഴൊക്കെ അത് എന്റെ കഴിവുകൊണ്ട്, ഒട്ട വരുമ്പോഴൊക്കെ അത് പുറത്തുനിന്ന്, ആ ഒരു മെന്റാലിറ്റി വരും. അപ്പൊ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ലക്ഷണോപദേശത്തിൽ എനിക്ക് തോന്നുന്നു നന്നായിട്ട് ഇതിനെ കുറിച്ച് രാമൻ പറയുന്നുണ്ട്. ഈ നല്ലത് വരുമ്പോഴത്തേക്ക് നീ ഇങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ, ദുഃഖം വരുമ്പോൾ മാത്രമാണ് എനിക്കിത് വരാൻ കാരണം എന്ന് പറയുന്ന ആ ഒരു ഈ ജനറൽ ഒരു ഞാൻ പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് നോർമൽ. അതായത് ഒരു 80% ഓഫ് പീപ്പിൾ ബിലീവ് ദാറ്റ് they are the victim. പിന്നെ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഒരു 2013 ശേഷമൊക്കെ, മേ ബി 2008 ശേഷം ഒരു പുതിയ ഇറ തുടങ്ങി. വേറെ ആൾക്കാർ ഈ മാനിഫെസ്റ്റേഷനും അട്രാക്ഷനും പോസിറ്റീവ് വൈബ്സ് എന്നൊക്കെ പറഞ്ഞ്, അതെന്താ അതിന്റെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് 2, ഐ ആം ദ മൈൻഡ്. അപ്പൊ ഞാൻ വിചാരിക്കുന്ന പോലെയാണ് ജീവിതം സംഭവിക്കുന്നതെന്ന് പറയാം. നമ്മൾ എന്ത് കാണണമെന്ന് വിചാരിച്ചാലും നമ്മൾ അതേ കാണൂ. എനിക്കൊരു കാര്യം ഭയങ്കര പോസിറ്റീവായിട്ട് ഞാൻ കാണാൻ വിചാരിച്ചാൽ ഞാൻ അതിൽ പോസിറ്റിവിറ്റി കാണും. ഞാനൊരു സ്ഥലത്തിന് നെഗറ്റീവായിട്ട് കാണണമെന്ന് വിചാരിച്ചാൽ എൻ്റെ ആറ്റിറ്റ്യൂഡ് പോലെ ഞാൻ ആ കണ്ണട വെച്ച പോലെയാണ്. ഡാർക്ക് ഗ്ലാസ് വെച്ചാൽ എല്ലാം ഡാർക്ക് ആയിട്ട് തോന്നും, ഒരു പിങ്ക് ഗ്ലാസ് വെച്ചാൽ എല്ലാം പിങ്ക് ആയിട്ട് തോന്നും, യെല്ലോ ഗ്ലാസ് വെച്ചാൽ എല്ലാം യെല്ലോ ആയിട്ട് തോന്നും. അതുകൊണ്ട് അതൊന്നും യെല്ലോ ആയില്ല, നിങ്ങളുടെ കാഴ്ചയിൽ മാത്രമാണ്. അപ്പൊ കുറെ ആൾക്കാർ വിചാരിച്ചു ഞാൻ ഇങ്ങനെ വിചാരിച്ചാൽ അങ്ങനെ ജീവിതം എനിക്ക് സംഭവിക്കുന്നു. യു ആർ തിങ്കിങ് യു ആർ മാനിഫെസ്റ്റിംഗ് ലൈഫ്. അന്ന് നിങ്ങൾ വിചാരിക്കുന്ന എല്ലാം നടക്കുന്നുണ്ടോ? അതില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് നടക്കുന്നത്? ലൈഫ് ഇസ് എനിവേ ഗോയിങ് ടു ഹാപ്പൻ. നിങ്ങൾ മെന്റലി ഓപ്പൺ ആയപ്പോൾ വരാനുള്ളത് ഒന്ന് മുൻകൂട്ടി കണ്ടു.
അത് നമുക്കൊരു ആഗ്രഹമായിട്ട് വരണമല്ലോ. ബിക്കോസ് ഞാനിപ്പോ ഇവിടുന്ന് എണീറ്റ് അവിടെ പോയി ഒരു ഗ്ലാസ് എടുക്കണമെങ്കിൽ എനിക്ക് ആ ഗ്ലാസ് എടുക്കാനുള്ള തോന്നൽ വരണ്ടേ, ഒരു ആഗ്രഹം, ദാറ്റ് ഡിസയർ. ആ ഡിസയർ വരുന്നത് ഈസ് ഫ്രം ലൈഫ്. ലൈഫ് വാണ്ട്സ് ടു ഡു സംതിങ്. അതിന് ഈ ശരീരത്തിനും മനസ്സിനും ഒരു ആഗ്രഹമായിട്ട് അത് വരണം. അപ്പോഴാണ് അത് വിചാരിക്കുന്നത്, ഓ ഞാൻ ഇത് പോയി ചെയ്യണം. അങ്ങനെയാണ് ലൈഫ് ഈ ബോഡിയും മൈൻഡിനെ യൂസ് ചെയ്യുന്നത്. അതെ അതെ, ലളിതാ സഹസ്രനാമത്തിൽ പറയുന്ന പോലെ ഇച്ഛാശക്തി അല്ലേ, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. അതെ അതെ, ആ ഇച്ഛ വരണമെങ്കിൽ ലൈഫാണ് ഈ മൈൻഡിൽ ആദ്യം ആ ഇച്ഛ ഇടുന്നത്. അതെ. അല്ലാതെ മൈൻഡ് അല്ല ലൈഫിനെ ചലിപ്പിക്കുന്നത്, ലൈഫാണ് മൈൻഡിനെ ചലിപ്പിക്കുന്നത്. പക്ഷെ ഈ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഐഡന്റിഫിക്കേഷനിൽ ആൾക്കാർ വിചാരിക്കും ഞാൻ മൈൻഡാണ്, അപ്പൊ ഞാനാണ് ലൈഫിനെ ചലിപ്പിക്കുന്നത്. ഇത് ഈഗോ ആണ്, എന്ന് വെച്ചാൽ അറിവില്ലായ്മ, മൈൻഡിന്റെ അറിവില്ലായ്മ. ദാറ്റ് ഇറ്റ് ഈസ് ദ സുപ്രീം മോസ്റ്റ്. അതും കഴിഞ്ഞ് നമ്മൾ സ്പിരിച്വലി കുറച്ച് ഇവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഐ ആം എൻ എനർജി ബീയിങ്. അപ്പൊ ആൾക്കാർ പറയും ഗുഡ് വൈബ്സ്, ബാഡ് വൈബ്സ്, നല്ല എനർജി എന്നൊക്കെ സംസാരിച്ച് തുടങ്ങുന്ന ആൾക്കാർ പറയുന്നത് ഞാൻ വെറും ഒരു ടൂളാണ് ദൈവത്തിന്റെ കയ്യിലോ അതോ ഏതോ ഒരു സൂപ്പർ നാച്ചുറൽ പവറിന്റെ കയ്യിൽ ഞാനൊരു ടൂളാണെന്ന്. ഇൻസ്ട്രുമെന്റ്, ഐ എം എൻ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി യു ആർ ഐഡന്റിഫൈയിങ് ആസ് ആ ബോഡി ആൻഡ് മൈൻഡ് ടുഗദർ. ഇപ്പൊ നമ്മൾ ബോഡി ആയിട്ടോ മൈൻഡ് ആയിട്ടോ സെപ്പറേറ്റ് ആയിട്ടല്ല പറഞ്ഞേ, ഐ എം ദ ബോഡി മൈൻഡ്. അപ്പൊ ഈ ബോഡി മൈൻഡ് എന്ന് പറഞ്ഞാൽ ഈ ക്യാപ്സ്യൂളിനെ ആരാണോ ചലിപ്പിക്കുന്നത് എനിക്ക് അത് മനസ്സിലായിട്ടില്ല, പക്ഷെ എന്തായാലും അത് ഞാനല്ല. അപ്പൊ ഈഗോ കുറഞ്ഞു. ഇപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ, അറിവില്ലായ്മ ഒരുപാടുണ്ട്. ഓക്കെ, നൗ ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ബിഗിനിങ് ഓഫ് സ്പിരിച്വാലിറ്റി. സോ ഇറ്റ്സ് ഓൺലി സ്റ്റേജ് 3. സ്റ്റേജ് 4 എത്തിയപ്പോ നിങ്ങൾക്ക് മനസ്സിലായി അഹം ബ്രഹ്മാസ്മി. ദാറ്റ് I am that one ചലിപ്പിക്കഫൈങ് and this body and mind are not me. ഞാൻ ഇത് രണ്ടുമല്ല, ഞാൻ ആ ചലിപ്പിക്കുന്ന ആ ശക്തിയാണ് ഞാൻ എന്നുള്ള അറിവാണ് സ്പിരിച്വൽ അവേക്കനിങ്, സെൽഫ് റിയലൈസേഷൻ. മീൻസ് ദ ക്രിയേറ്റർ. I am the creator എന്ന് പറയാം, but actually what is happening is you are understanding that you are life. Now but you still don't know what is life. അപ്പോഴും ചോദിക്കുകയാണ് ഞാനാണ് അതെങ്കിൽ, ആ ക്രിയേറ്റർ എങ്കിൽ ആ ഞാൻ എന്താണ്? നൗ സെൽഫ് റിയലൈസേഷൻ ടു സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ള ഒരു 5th സ്റ്റേജ് ഓഫ് ഐഡന്റിഫിക്കേഷൻ തുടങ്ങുകയാണ്. ഈ വഴിക്ക് ഇനിയും പോയി കഴിഞ്ഞാൽ ആ ഈഗോ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആവും. ബിക്കോസ് യു വിൽ റിയലൈസ് ദാറ്റ് യു ആർ ജസ്റ്റ് പ്യുവർ കോൺഷ്യസ്നെസ്, അവെയർ ഓഫ് എവറിത്തിങ് ഹാപ്പനിങ് ആൻഡ് നത്തിങ് ഇസ് ഹാപ്പനിങ് റിയലി. ഇറ്റ് ഇസ് ഓൾ ലൈക്ക് എ ഡ്രീം. ഇറ്റ്സ് ഇമാജിനേഷൻ ഓഫ് കോൺഷ്യസ്നെസ്. ഇവിടെ ശരിക്കും നത്തിങ് ന്യൂ ഇസ് ഹാപ്പനിങ്. അതുകൊണ്ടല്ലേ എന്ത് സംഭവിച്ചാലും ഈ ടോം ആൻഡ് ജെറി കാണുന്ന പോലെ ടോമിന് എത്ര വട്ടം തലയ്ക്ക് അടി കിട്ടിയാലും എവിടെ നിന്ന് വീണാലും ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ടോം മരിക്കുന്നില്ലല്ലോ ഒരിക്കലും. അപ്പൊ ദാറ്റ് കൈൻഡ് ഓഫ് ആൻ അണ്ടർസ്റ്റാൻഡിങ്. സോ ലൈഫ് ബിക്കംസ് വെരി സിമ്പിൾ. ദാറ്റ് ലൈഫ് യു റിയലൈസ് ദാറ്റ് യുവർ ലൈഫ്. അപ്പൊ നിങ്ങൾക്ക് മരണമില്ല. ജീവൻ എങ്ങനെ മരിക്കുന്നത്? ശരീരത്തിന് മരണമുണ്ട്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ആ ഗ്യാപ്പ് വരുമ്പോഴേക്കും ഇറ്റ്സ് എ ന്യൂ. You are not a human being anymore. You are consciousness. And this is a human body. ആ സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് സ്ട്രെസ് ഉണ്ടാകാറുണ്ട്? കാരണം ഈ വെസ്റ്റേൺ ഫിലോസഫിയിൽ എസ്പെഷ്യലി നമ്മൾ ജീസസിൻ്റെ ലൈഫ് പറയുമ്പോൾ പലപ്പോഴും ഇങ്ങനെ കാര്യം പറയാറുണ്ട്. നമ്മൾ നോർമൽ വേയിൽ ജീവിക്കുന്നു, അപ്പോൾ ഇതല്ല ലൈഫും തിരിച്ചറിയുന്നു, സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് പ്ലെന്റി ഓഫ് മെഡിറ്റേഷൻസ് ആൻഡ് ഓൾ ദ അതർ തിങ്സ് ആർ ദേർ. അപ്പോൾ നോർമലി നമുക്കൊരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാവുന്നു. ആ അവേക്കനിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമുക്ക് രാവിലെ ബെഡിൽ നിന്ന് എണീക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? അതെ അതെ അതെ. ഒന്ന് പറയാം, ബുദ്ധിമുട്ടില്ലേ? നല്ല സുഖമായിട്ട്, പ്രത്യേകിച്ച് ആലോചിക്കാം പുറത്ത് നല്ലൊരു മഴ കൂളായിട്ട് നമ്മൾ പുതച്ച് മൂടി കിടന്നുറങ്ങുകയാണ്. ആർക്കാ എണീക്കാൻ തോന്നുന്നു? ജനറലി ഇല്ല. നമുക്ക് നമ്മുടെ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥത കൊണ്ടേ നമ്മൾ എണീക്കുള്ളൂ. അല്ലെങ്കിൽ മതി, ഉറങ്ങി മതിയായി എന്നാലേ എണീക്കുള്ളൂ. സോ ദിസ് വേക്കിംഗ് അപ്പ് പ്രോസസ് ഇസ് ഓൾവേസ് ഡിഫിക്കൾട്ട്. ആൻഡ് എന്താ മെയിൻ ഡിഫിക്കൽട്ടി എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ജീവിച്ചിരുന്ന രീതിയിൽ നമുക്ക് ഇനി മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പറയുന്നത് ഇനി ഞാൻ എന്തെല്ലാം മാറ്റണം, അയ്യോ എല്ലാം മാറണം. അപ്പൊ ഇനി എവിടെ നിന്ന് മാറ്റി തുടങ്ങും? ഒരു വീട് ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ 1000 ലക്ഷം കണക്ക് ഡിഫിക്കൽട്ടാണ്. നിങ്ങളുടെ കംപ്ലീറ്റ് വേൾഡ് നിങ്ങൾ ആദ്യം തൊട്ട് ഇപ്പൊ റീക്രിയേറ്റ് ചെയ്യണം നിങ്ങളുടെ ഇപ്പോഴത്തെ പുതിയ അറിവ് വെച്ചിട്ട്. ഇതിന് ആരാണ് തടസ്സമാവുക എന്ന് വെച്ചാൽ അവിടെയാണ് മൈൻഡ് തടസ്സമാവുന്നത്. അതുപോലെ എനിക്ക് വയ്യ, ഒരുപാട് പണിയുണ്ട്, നമുക്ക് വേണ്ട, നമുക്ക് ഇതുവരെ പോയിരുന്ന പോലെ പോവാം, എന്തായാലും നമുക്ക് ചെറിയ ആയുസല്ലേ ഉള്ളൂ, ഈ ശരീരം ഇപ്പൊ പോവില്ലേ, അപ്പൊ എന്തിനാ നമ്മൾ ഇതിനു വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടുന്നത്? പ്രത്യേകിച്ച് നമുക്ക് എത്ര പ്രായം കൂടുന്നോ അത്രയും മടി കൂടും. നമ്മൾ പറയാം എനിക്ക് എന്തായാലും ഇപ്പൊ തന്നെ 60 വയസ്സായി, ഇനി ഞാൻ എന്തിനാ,
70 വയസ്സായി. അപ്പൊ എപ്പോഴും എനിക്ക് 60 വയസ്സായി എന്ന് പറഞ്ഞാൽ അല്ല, ശരീരത്തിന് 60 വയസ്സായി. ഈ ശരീരം പോവും, അടുത്ത ഫോൺ വരും, വീണ്ടും ഡൗൺലോഡ് ആവും, കഥ തുടരും. അതെ അതെ അതെ. അപ്പോൾ മാം അതിനകത്ത് എൻലൈൻമെൻറ്റ് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ സാധാരണയായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് പുഗ്ന ഡാംനി എന്നൊരു സ്റ്റേജ് വരുന്നു എന്ന് പറയും. ദാറ്റ് മീൻസ് ബിറഫ്റ്റ് ഓഫ് ദ ഡിവൈൻ ലൈറ്റ്. അതുവരെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന എന്തോ ഒരു പ്രകാശം അവിടെ ഓൺ എ സഡൻ സ്റ്റോപ്പ് ആവുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. ആ സമയത്താണ് ജീസസിൻ്റെ ആ ടെംപ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ടെംപ്റ്റേഷൻസിനെ അദ്ദേഹം അതിജീവിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എറ്റേണൽ ലിവിങ് കിട്ടുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് മാമിൻ്റെ ഒരു കോൺസെപ്റ്റിലും അങ്ങനെ ഒരു തടസ്സം, ഒരു ബ്ലോക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? ഇത് തന്നെയല്ലേ ആ 4th സ്റ്റേജ്, ഐ ആം ലൈഫ് എന്ന് മനസ്സിലായി. അല്ലെങ്കിൽ നമ്മള് ഇപ്പോ വേദാന്തിക് രീതിയിൽ പറയുമ്പോ ആനന്ദമയ കോശത്തിലെത്തി. അതല്ലേ ഏറ്റവും സുഖമുള്ള ഒരു സ്പേസ് എന്ന് വെച്ചാൽ ഇനി അതിന്ന് ഇറങ്ങാൻ ആരും തയ്യാറാവില്ല. ബിക്കോസ് എനിക്കിപ്പോ ദൈവമായിട്ട് നടക്കാം, ഞാനിപ്പോ വലിയ ആളാണ്, ഞാൻ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരണ്ട, എനിക്ക് വേറൊരു പദവിയിലും ഒരു പെഡസ്റ്റലിലും നടക്കാം. അതും ഈഗോ ആണ്, ഭയങ്കര റിഫൈൻഡ് ആയിട്ട് പോളിഷ്ഡ് ഈഗോ ആണ്. അപ്പൊ അതിനെ മറികടക്കുക എന്നുള്ളതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് പോയിന്റ്. സോ ദാറ്റ് ഇസ് ഫ്രം സെൽഫ് റിയലൈസേഷൻ ടു സെൽഫ് ആക്ച്വലൈസേഷൻ. അതാ ഞാൻ പറഞ്ഞത്, രണ്ടാണ്. ഐ വാസ് അബൌട്ട് ടു ആസ്ക് ദാറ്റ്. കാരണം പലപ്പോഴും നമ്മൾ സെൽഫ് റിയലൈസേഷനെയും സെൽഫ് ആക്ച്വലൈസേഷനെയും ഒരേ കോണ്ടെക്സ്റ്റിലാണ് പലപ്പോഴും പറയുന്നത്. മാമിന്റെ ബുക്കിൽ അത് നന്നായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അതൊന്ന് മാം ഞാനത് സെപ്പറേറ്റ് ചെയ്യുന്നതിന്റെ കാരണം ഇതാണ്. അതായത് കാര്യം മനസ്സിലായി, അറിവുണ്ടായി, അറിവ്. പക്ഷെ അറിവും പ്രയോഗവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. പ്രായോഗികമാക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളുടെ അറിവ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം ഇപ്പോ, ബിക്കോസ് ഏജ് ഓഫ് ഇൻഫർമേഷൻ കഴിഞ്ഞു. സാമ്പാറിന്റെ റെസിപ്പി അറിയാം, എല്ലാവരും സാമ്പാർ ഉണ്ടാക്കി കാണിക്കൂ എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ വാക്കിംഗ് ദ ടോക്ക് എന്ന് നമ്മൾ പറയുന്നത്, എനിക്ക് ഇന്ന അറിവുണ്ട്, ആ അറിവ് നിങ്ങൾ പ്രായോഗികമാക്കുന്നുണ്ടോ? അതില്ല എന്ന് പറയുന്നത് യു ആർ സെൽഫ് റിയലൈസ്ഡ് ബട്ട് യു ആർ നോട്ട് റീച്ച് സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പൊ ആ സെൽഫ് ആക്ച്വലൈസേഷനിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഇറ്റ്സ് എ നെവർ എൻഡിങ് യാത്ര. ബിക്കോസ് യു ആർ ഗോയിങ് ടു ആക്ച്വലൈസ് മോർ ആൻഡ് മോർ ആൻഡ് മോർ ഓഫ് യുവർ അറിവ്. അതും ഒരു ലൈഫ് ടൈമിൽ തീരുന്നതല്ല. പക്ഷെ നിങ്ങൾ ഇനിയും റിഫൈൻഡ് ആവും. പക്ഷെ നിങ്ങളുടെ ഈഗോ ഇനിയും അലിഞ്ഞില്ലാണ്ടായിക്കൊണ്ടേയിരിക്കും. ബിക്കോസ് അറിവില്ലായ്മ കുറഞ്ഞുകൊണ്ടേയിരിക്കും, അറിവ് കൂടിക്കൊണ്ടേയിരിക്കും. ഇതിനൊരു കരയില്ല, ഇത് അനശ്വരമാണ്. അപ്പൊ അത് അവസാനിക്കാൻ പോകുന്നില്ല. യു ക്യാൻ ഗോ ഓൺ, ബട്ട് യു വിൽ സ്റ്റോപ്പ് ട്രൈങ് ടു ബി ഇൻ ബ്ലിസ്. ഇപ്പൊ എന്ത് സംഭവിച്ചാലും അതിന് ഈക്വൽ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും. എന്ത് സംഭവിച്ചാലും അത് ഞാൻ തന്നെ എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് ഇറ്റ്സ് വെരി ഡിഫറെന്റ് ഫ്രം സെയിങ് എല്ലാം ഭംഗിയായിട്ട് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഇരിക്കുമ്പോൾ അതാണ് എനിക്കിഷ്ടം. സംഘർഷങ്ങൾ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അതിൽ പങ്കെടുക്കാറില്ല. ലോകം എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ലോകമായിട്ട് ഞാൻ ഇടപഴകാറില്ല. ഞാൻ ഹിമാലയത്ത് പോയി ഒരു ചെറിയൊരു മുറിക്കകത്ത് മുകളിൽ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതില് സെൽഫ് റിയലൈസേഷൻ ഇസ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ബിക്കം ഫുള്ളി ആപ്ലിക്കബിൾ. സോ എല്ലാവരും പുറത്തേക്ക് പോയി തിരിച്ച് വെൻ യു ആർ ബ്രിങ്ങിങ് യുവർ വിസ്ഡം ബാക്ക് ടു ദ വേൾഡ് ഇസ് വെൻ യു ആർ ആക്ച്വലി റീച്ചിങ് ദറ്റ് സ്റ്റേറ്റ് ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ, വേർ ഇപ്പോൾ ആ പുതിയ അറിവിൽ നോർമൽ ലൈഫ് ജീവിക്കാൻ പഠിക്കുന്നതിലും അതിന്റെ മാസ്റ്ററിംഗിലേക്ക് എത്തുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. ടിപ്പിക്കൽ എക്സാമ്പിൾ ശ്രീകൃഷ്ണ അല്ലേ, നിർവികൽപ സമാധിയുടെ ഏറ്റവും പരിശുദ്ധമായ ഒരു എക്സാമ്പിൾ. എനിവൺ, നമ്മളിപ്പോ ദൈവങ്ങളായിട്ട് ആൾക്കാർ കരുതുന്ന, റിലിജിയൻസിൽ കരുതുന്ന ആരും അവരൊക്കെ ആ സ്റ്റേറ്റിലേക്ക് എത്തിയവരാണല്ലോ. അതുകൊണ്ടാണല്ലോ തിരിച്ച് ഈ മനുഷ്യന്മാരുടെ ഇടയിൽ വന്നത്. അല്ലാതെ സെൽഫ് റിയലൈസ്ഡ് ആയിട്ടുള്ള സോൾസ് എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്. അവര് തിരിച്ചൊന്നും നമ്മളോട് ആരോടും മിണ്ടിയില്ല, അതല്ലേ ഉള്ളൂ പ്രശ്നം. അപ്പൊ ആരും ഒന്നും പറഞ്ഞില്ല, അവരവരുടെ വഴിക്ക് പോയി. നമ്മളിപ്പോ ഇതാരോടും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്കത് പറയേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളതായിട്ട് തോന്നും വൺസ് യു ഹാവ് ഫിനിഷ്ഡ് യുവർ ബേസിക് ജേർണി. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ആരും എല്ലാം തികഞ്ഞ ഒരാളാവുന്നില്ല. അതൊരു ഓൺഗോയിങ് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ബിക്കോസ് ഇറ്റേണൽ ഇൻഫിനിറ്റ് ആണ്. ഓ ഞാൻ കര കണ്ടു എന്ന് പറഞ്ഞാൽ എന്തിന്റെ കര കണ്ടു? ഞാൻ ഹൊറൈസൺ എത്തിയോ? ഹൊറൈസൺ എപ്പോഴും ഉണ്ടാവും. യു വിൽ ഗോ ഓൺ ആൻഡ് ഓൺ, ബട്ട് യു വിൽ ഹാവ് മോർ ആൻഡ് മോർ ബ്ലിസ്. ബട്ട് യു ആർ നോട്ട് ഐഡന്റിഫൈങ് വിത്ത് ദ ബ്ലിസ് ആൻഡ് സെയിങ് ഐ ആം ബ്ലിസ്, ഐ ആം ദിസ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അത് ഞാനല്ല, അതിലേക്ക് പോവില്ല. ബിക്കോസ് നമുക്ക് ആ ഓപ്പോസിറ്റ്സ് ഇല്ലാണ്ടാവും. എല്ലാം അത് തന്നെ, എല്ലാം അത് ഞാൻ തന്നെ. So you are peaceful. And that non-identification, I am not identifying with bliss also. I am not identifying with the creator. I am not identifying with instrument, with mind, with body. അതൊക്കെ അവിടെ ഉണ്ട്, ഉണ്ടായിക്കോട്ടെ, എല്ലാം വർക്കിംഗ് ആണ്. പക്ഷെ ഞാൻ ഒന്നുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നില്ല എന്നുള്ളൊരു സ്റ്റേറ്റ് ഇസ് ദാറ്റ് വെരി പീസ്ഫുൾ ലിബറേറ്റഡ് സ്റ്റേറ്റ്. ദാറ്റ് ഇസ് ലിബറേഷൻ. അപ്പോൾ ലിവ് വിതൗട്ട് മെഡിക്കേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് യഥാർത്ഥത്തിൽ പലപ്പോഴും ഇങ്ങനെ ഈ ഒരു ന്യൂ ഏജ് സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്.
അപ്പോൾ അതിനകത്ത് നമ്മുടെ ഈ ഓൾട്ടർനേറ്റീവ് സിസ്റ്റംസ് ഇപ്പോൾ ധാരാളമായിട്ട് വരുന്നുണ്ട്, പല മെത്തേഡ്സ്. അപ്പോൾ അതിനെ മാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ ഓഷോയുടെ ഒരു കമൻ്റ് ഉണ്ട്, മെഡിറ്റേഷൻ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ. അപ്പോൾ ഇതിനെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് മാമിൻ്റെ ഒരു മെഡിറ്റേഷൻ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ സംബഡി ഹു ഹാസ് ഓൾറെഡി ഗോട്ട് എ ഹെൽത്തി ബോഡി. If your body is unhealthy, you cannot meditate. So how will you get your body healthy in today's present life എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ബിക്കോസ് ഹിപ്പോക്രട്ടസ് പറയുന്ന പോലെ ലെറ്റ് ഫുഡ് ബി ദൈ മെഡിസിൻ. ഇപ്പോഴത്തെ കാലത്ത് ആൻഡ് ഹി ഓൾസോ സെഡ് മെഡിസിൻ ബി ദൈ ഫുഡ് എന്ന് പറയുന്നത് ഇപ്പൊ എന്താണെന്ന് അറിയോ, മെഡിസിൻസ് ഇല്ലേ ഈ ടാബ്ലറ്റ്സ്, അതാണ് പല ആൾക്കാരുടെ ഫുഡ്. അത് നമ്മൾ ആകെ തെറ്റിദ്ധരിച്ച് പോയി ആള് പറഞ്ഞത്. അതുകൊണ്ട് പുതിയ അസുഖങ്ങൾ വരുന്നുണ്ട്, iatrogenic diseases definitely is there. You are not supposed to put all these things into yourself on a continuous basis. ഇപ്പൊ നിങ്ങൾക്ക് അക്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്, അതിനൊരു മരുന്ന് കഴിക്കാം. പക്ഷെ നിങ്ങൾ മരുന്നാണ് നിങ്ങളുടെ ഭക്ഷണമെങ്കിൽ എന്ത് ചെയ്യും? സോ അവർ ഫുഡ് ഹാസ് ടു ബിക്കം അവർ മെഡിസിൻ, ഔഷധം. ഇൻ ദ സെൻസ് ദാറ്റ് it should give us more life. So we should eat more life giving food. കുറെ ചത്ത സാധനങ്ങൾ പാക്കറ്റ്സിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കീറി ഇങ്ങനെ തിന്നോണ്ടിരുന്ന അതുപോലെ തന്നെ ആവും നമ്മളെ ഒരു പ്ലാസ്റ്റിക് പാക്കറ്റിലിട്ട് വെക്കാറാവും. അതെ, ഇംഗ്ലീഷുകാരന് പറഞ്ഞിട്ടുണ്ട് യു ആർ വാട്ട് യു ഈറ്റ് എന്ന് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിൽ വളരുന്ന ഔഷധങ്ങൾ പോലെ വേറെ എവിടെയും അങ്ങനെ വളരുന്നില്ല, എല്ലായിടത്തും ഇല്ല. ഇത് നമ്മൾ പറയും നമ്മൾ ശതാവരി, നമ്മുടെ ഇവിടെ എല്ലായിടത്തും വളരുന്നു. ഇത്രയും ആയുർവേദ ഹെർബ്സ് എവിടെ വളരുന്നത്? നമുക്ക് അതിനുള്ള കാലാവസ്ഥ അഫോർഡബിൾ അല്ല. ഇപ്പൊ അതേപോലെ ഓൾ ദീസ് തിങ്സ്, ഇപ്പൊ നമ്മുടെ ഫുഡിന്റെ രീതി ഇന്ത്യൻ മാത്രല്ല ഞാൻ പറയുന്നത്, ഇപ്പൊ എനി ട്രഡീഷണൽ ഫുഡ് രീതി ഹാസ് ഇറ്റ്സ് ഓൺ. ആ നാട്ടിലേക്ക് ആവശ്യമുള്ള ഔഷധങ്ങൾ, ഇപ്പൊ നമ്മളിവിടെ തണുത്ത കാലാവസ്ഥയിൽ കഴിക്കുന്നവരുടെ ഔഷധങ്ങളെല്ലാം നമുക്കിവിടെ വേണ്ട. അപ്പൊ എല്ലാ സ്ഥലത്തും ഭൂമിയിൽ ആ സ്ഥലത്തേക്ക് ആവശ്യമുള്ള ഔഷധങ്ങൾ വളരുന്നുണ്ട്. ആ ഔഷധമായിരിക്കണം നിങ്ങളുടെ ഫുഡ്. നിങ്ങളുടെ ഫുഡ് ഔഷധപ്രദമായിരിക്കണം. ആ ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരരുത്. വല്ലപ്പോഴും ഒരു അസുഖം വന്നു, അതിനെ അപ്പൊ തന്നെ ചികിത്സിച്ച് മാറ്റാൻ പറ്റണം. ഇപ്പോഴത്തെ പ്രവണത അതല്ലല്ലോ, ലൈഫ് ലോങ് മരുന്ന് കഴിക്കുന്ന ഇതിലേക്ക് പോകുന്ന ഈ ഒരു ബിഗ് ഫാർമ സ്റ്റൈലിലോട്ടുള്ള ഒരു റെബല്യൻ, ഒരു റെവല്യൂഷൻ സ്റ്റാർട്ടായി. ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി ദാറ്റ് വി ആർ ബീയിങ് വിക്ടിംസ് ഓഫ് എ സിസ്റ്റം, ഓഫ് എ വെരി ബിഗ് സിസ്റ്റം. അപ്പോഴാണ് ഈ ന്യൂ ഏജ് ആൾക്കാർ പറയുന്നത് ലിവ് വിതൗട്ട് മെഡിസിൻ. ഓഫ് കോഴ്സ് യു ഷുഡ് ബി ലിവിംഗ് വിതൗട്ട് മെഡിസിൻ, ഇസ്ന്റ് ഇറ്റ് കോമൺ സെൻസ്? ഒരു രോഗിക്കല്ലേ മെഡിസിൻ ആവശ്യമുള്ളൂ? എല്ലാവരും പെർപച്വൽ രോഗികളാണ്. ഇനി മരണം വരെ നിങ്ങൾ രോഗിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുകയാണോ? എന്നാ ശരി, ആ രോഗം മാറ്റാൻ സിമ്പിൾ ആണ്, നിങ്ങളുടെ ജീവിത രീതി മാറണം. അപ്പൊ അതല്ലേ മാറ്റേണ്ടത്. അല്ലാതെ ജീവിത രീതി ഇതൊക്കെ തന്നെ മതി, നമുക്ക് വേറെ മരുന്ന് ആഡ് ചെയ്യാം, പിന്നെ ആ മരുന്നിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നമുക്ക് അടുത്ത മരുന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മളെല്ലാവരും അതുമായിട്ട് മടിയന്മാരായതുകൊണ്ട് പൊരുത്തപ്പെട്ട് പോവുകയാണ്. ശരിയാണ്, എന്തിനാ ലൈഫ് സ്റ്റൈൽ മാറ്റേണ്ട, അത് ഭയങ്കര പാടാണ്. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് 2 മരുന്നും കൂടെ കഴിച്ചാൽ പോരെ? എന്നിട്ട് പിന്നെ ഒരു 4 മരുന്നാക്കുക, പിന്നെ ഒരു 6 മരുന്നാക്കുക, പിന്നെ അവസാനം പോയി വെന്റിലേറ്ററിൽ കിടക്കുക. എന്നിട്ട് വെന്റിലേറ്ററിൽ വേണം എല്ലാവരും പോവാൻ എന്നുള്ള പോലത്തെ ഒരു റൂൾ ആവുന്നുണ്ട്. വി ആർ ഇൻ എ വെരി റോട്ടൺ സൊസൈറ്റി. അലാമിംഗ് സിറ്റുവേഷൻ ആണ്. സോ ദ സൂണർ വി വേക്ക് അപ്പ് and go back to our natural roots and eat more of our natural foods, because ഒരു രാജ്യത്ത് വളരുന്നതൊക്കെ ആ രാജ്യത്തിന് വേണ്ടിയുള്ളതാണ്. നമ്മൾ ഈ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് ബ്രസീലിലുള്ള സാധനം ഇവിടെ കഴിക്കുക, ഇന്ത്യയിലുള്ള സാധനം ആഫ്രിക്കയിൽ കഴിക്കുക, ആഫ്രിക്കയിലുള്ളത് അമേരിക്കയിൽ കഴിക്കുക. എന്തിനാണ്? ഓക്കെ, നമ്മുടെ അത്യാവശ്യം ഫുഡ് ടൂറിസം കഴിഞ്ഞു, നമുക്ക് കുമ്പളങ്ങയും ഇതൊക്കെ കഴിച്ചാൽ നമുക്ക് കൊള്ളാം. ബിക്കോസ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അതാ നല്ലത്. നമുക്ക് മോര് കുടിക്കണം ഇവിടെ. അവര് പോയിട്ട് ഹിമാലയത്തിൽ മോര് കുടിച്ചിട്ട് കാര്യമില്ല. മോരിനെ തന്നെ അത് ശരിക്കും നമ്മുടെ മൈൻഡുമായിട്ട്, ഈ പഞ്ചഭൂതങ്ങളിൽ മൈൻഡുമായിട്ട്, ആകാശതത്വമായിട്ട് ബന്ധപ്പെട്ടതാണ് മോര്. ഓരോ സ്ഥലത്ത് വളരുന്ന ഫുഡ് ആ സ്ഥലത്തുള്ള ആൾക്കാർക്കുള്ള ഔഷധമാണ്. ആ ഔഷധം കഴിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് വേറെ മരുന്ന് വേണ്ടി വരില്ല. So our food has to be full of life. That is the only solution. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നോളജിന്റെ ചില കാര്യങ്ങൾ നമുക്ക് പല ഭാഗങ്ങളിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഐ തിങ്ക് മാം ആക്സസ് ബാർസ് അതിനെ കുറിച്ച് ഇപ്പോഴും എവിടുന്ന് എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻ കിട്ടുമെന്ന് നോക്കിയിരിക്കുകയാണ് കണ്ടിന്യൂസ്ലി. ബിക്കോസ് there's so much. It is infinite and eternal. Life is. And you will never finish knowing what you are. You are life. You are trying to know what am I. അതാണല്ലോ സെൽഫ് റിയലൈസേഷൻ. സെൽഫ് റിയലൈസേഷൻ, സെൽഫ് ആക്ച്വലൈസേഷൻ ആയി മാറി കഴിയുമ്പോൾ
യു വിൽ നെവർ സ്റ്റോപ്പ്, ഇറ്റ് വിൽ നെവർ എൻഡ്. ബിക്കോസ് നിങ്ങൾ തീരില്ലല്ലോ, യു ആർ ലൈഫ് ആൻഡ് യു ആർ ഇറ്റേണൽ ആൻഡ് യു ആർ ഇൻഫിനിറ്റ്. അനന്തമായ നിങ്ങളെ എങ്ങനെ നിങ്ങൾ അറിഞ്ഞു തീരും? അറിഞ്ഞോണ്ടേയിരിക്കാം, അതിന്റെ ഒരു ആനന്ദം അനുഭവിച്ചുകൊണ്ടേയിരിക്കാം. കണ്ടിന്യൂ. ഓഷോ പറഞ്ഞതുപോലെ ഞാൻ എന്താണ് ജനിച്ചിട്ടുമില്ല മരിച്ചിട്ടുമില്ല, ഏതോ ഒരു ദിവസം മുതൽ ഏതോ ഒരു ദിവസം വരെ ഭൂമിയിൽ സന്ദർശിക്കുക മാത്രം ചെയ്തു എന്ന് പറയുന്ന വളരെ രസകരമായ ഇൻ ദാറ്റ് ബോഡി. അതെ അതെ അതെ. സോ ഈ ശരീരത്തിന് ഒരു കാലാവധി ഉണ്ട്, അത് വരും പോവും. അതെ അതെ. പക്ഷെ ലൈഫ് വിൽ ജസ്റ്റ് ഗോ ഓൺ ആൻഡ് ഓൺ. അപ്പോൾ വൈമി എന്ന് പറഞ്ഞിട്ടൊരു വൈമി എന്ന് പറയുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ക്വസ്റ്റ്യൻ മാം ഇതിനകത്ത് വളരെ ഭംഗിയായിട്ട് അതിനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത് തിരിച്ചറിയാത്തതുകൊണ്ടാണോ ഈ മാനിയാക്സും അതുപോലെ തന്നെ ഈ സൈക്കോപാത്തുകൾ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് നമ്മൾ കൂടുതലായിട്ട് അതിനൊരു അതിപ്രസരം? ഈ വൈ എന്ന് പറയുന്ന ലാസ്റ്റ് W ആണ് ഈ ബുക്കിൽ. ദാറ്റ് ഈസ് എൻ്റെ ജീവിതത്തിലെ പേർപ്പസ് എന്താണ്, ഞാൻ എന്തിനാണ് ഇവിടെ. ഈ ഫീലിംഗ് ഇല്ലെങ്കിൽ ആൾക്കാർക്ക് ഡിപ്രഷൻ ഉണ്ടാവും. ബിക്കോസ് വൈ ആം ഐ, എന്റെ ഇവിടെ ആവശ്യമൊന്നുമില്ല എന്ന് തോന്നുന്ന ഒരാൾക്ക് ഡിപ്രഷൻ വരും. ബിക്കോസ് ആ ജീവന് തോന്നുകയാണ് എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഒരു അർത്ഥമില്ല. ജീവിതം അർത്ഥശൂന്യമായി കഴിഞ്ഞാൽ അത് അർത്ഥശൂന്യമാവുന്ന എപ്പോഴാണ്? മൈൻഡിന് കണക്ടിവിറ്റി ഇല്ല ലൈഫുമായിട്ട്. അത് നമ്മുടെ ഫുഡിൽ നിന്നാണ് തുടങ്ങുന്നത്. ഈ ചത്ത സാധനങ്ങൾ കൂടുതൽ കൂടുതൽ തിന്നോണ്ടിരുന്നാൽ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ, ഈ പാക്കറ്റുകളിൽ വരുന്ന ഫുൾ കെമിക്കൽസും എല്ലാം ലേഡൻ ആയിട്ടുള്ള സാധനങ്ങൾ കഴിച്ചാൽ നമ്മുടെ മൈൻഡ് അതിന് അതുപോലെ ബിഹേവ് ചെയ്തു. നമ്മൾ എന്താണോ കഴിക്കണേ അത് നമ്മുടെ മൈൻഡ് കാണിക്കും. അപ്പൊ അവസാനം ഒരു പാക്കറ്റിലിടാറാവും. ഒരു പാക്കറ്റിലിട്ട് സീൽ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ അങ്ങനെ ചെയ്യും, പ്രവൃത്തികൾ ചെയ്യും. സോ ദ ഐഡിയ ഈസ് ടു ഈറ്റ് മോർ ലൈവ്ലി ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, റിയൽ ഫുഡ്. അത് കഴിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് വേറെ രീതിയിൽ ബിഹേവ് ചെയ്യും. ലൈഫ് വിൽ ബി ഡിഫറെന്റ്. ദെൻ വി വിൽ ആസ്ക്, അപ്പൊ ഞാൻ എന്താ ഇവിടെ? അപ്പൊ നമ്മൾ നോക്കും, എനിക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാലോ, ഞാൻ എന്താ ഇവിടെ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഹൗ കൻ ഐ ബി ഓഫ് സർവീസ് ടു യു നൗ? Then you will start doing something valuable. Then you will feel very good about yourself. Now you say, why am I? അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്, to share all this information. I am here on the planet. അപ്പൊ while I am doing that, I am also having fun. ഞാൻ ഫുഡ് കഴിക്കുന്നു, ഞാൻ പുറത്തു പോകുന്നു, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, എനിക്കൊരു ഫാമിലി ഉണ്ട്. I am having fun while I am doing why I am. I am here to say all this only. അപ്പോൾ വാൽമീകി എന്ന് പറയുന്ന രത്നാകർ എന്ന് പറയുന്ന രാക്ഷസനിൽ നിന്ന് പിന്നെ വാൽമീകി എന്ന് പറയുന്ന ആളിലേക്കുള്ള ഒരു എന്താ പറയുക, ഒരു പുനർ രീതിയിലേക്ക് വരുന്നതാണ് അല്ലേ? അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാവർക്കും മാറി വരാൻ സാധിക്കും എന്നാണ് മാം പറയുന്നത്. കാരണം എസ്പെഷ്യലി നമ്മുടെ കേരളത്തിന്റെ ഒരു സൈക്ക് എന്ന് പറയുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേണമെങ്കിൽ, അതാണ് അതിന്റെ മെയിൻ ക്ലോസ്. എല്ലാവർക്കും മാറാം, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം. ആദ്യം നമുക്കത് വേണം തോന്നണം, അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും ഞാൻ എന്തിനു മാറണം എന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവാനുള്ള ഒരു എന്തെങ്കിലും റീസൺ, ഡു യു തിങ്ക് ദാറ്റ് when it is because of the past karma or something like that? Because you are reaching maturation. ഇപ്പോ ഒരു സോളിന്റെ മെച്ചോറിറ്റി എന്ന് പറയുന്നത് ഒരു ശരീരത്തിന്റെ മെച്ചോറിറ്റി ഒരു ലൈഫ് ടൈമിൽ കാണുന്ന പോലെ ഇത് എത്രയോ ലൈഫ് ടൈംസിലാണ് മെച്ചോർ ആവുന്നത്. അപ്പോ മെച്ചോറായി ഇപ്പോ നമ്മളൊരു ചെറിയ വിത്തും മുളപ്പിച്ചു, അതിന്നൊരു മരം ഉണ്ടായി, അതില് പൂവും കായവും ഉണ്ടായി, അതിന്ന് ആ കായ റൈപ്പായിട്ട് വീഴുന്ന ഒരു മൊമെന്റ് ഉണ്ടായി. ദാറ്റ് സൈക്കിൾ ഇസ് ഓവർ. സോ ഞാൻ ഏകദേശം ആ കൊഴിഞ്ഞു വീഴാറായ കായ ഞാൻ നന്നായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു നമ്മളൊരു എന്താ പറയുക, ഒരു റൈപ്പൻ സ്റ്റേജിൽ വരുമ്പോൾ ദ ഫ്രൂട്ട് ഫോൾസ് ഡൗൺ. അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ ഈഗോയും താഴെ വീഴുന്നു എന്നാണ് അല്ലേ മാം? അതിൽ നന്നായിട്ട് വീഴുന്നോട് കൂടിയിട്ട് മൈൻഡ് താഴെ വീഴുന്നു, ഈഗോ ഈസ് ഓൾസോ ഗോൺ. ആരുമില്ല, അപ്പൊ അങ്ങനെ ഒരു കൊഴിഞ്ഞു വീഴുന്ന ഇല കണ്ടുകൊണ്ടാണ് ലവോട്സുവിന് ഈ പറയുന്ന എൻലൈറ്റ്മെന്റ് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഇത് തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നത്. അപ്പൊ അത്രയും നിസ്സാരമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇതിലേക്ക് എത്താനുള്ള വഴി എന്ന് പറഞ്ഞാൽ. നമുക്ക് ആകെ വേണ്ടത് അതിനുള്ള ആഗ്രഹം മാത്രമേ. ആ ആഗ്രഹം വന്നിട്ടില്ലെങ്കിൽ അത് കൃത്രിമമായിട്ട് മാനുഫാക്ചർ ചെയ്യാൻ നിൽക്കേണ്ട, സമയമാകുമ്പോ അത് വരും. ഇപ്പൊ എന്താണോ ആഗ്രഹം തോന്നുന്നത് അത് ചെയ്യൂ. അതാണ് നിങ്ങളിപ്പോ ചെയ്യേണ്ടത്. നമുക്ക് എന്താണോ ഇൻട്രൻസിക് ആയിട്ട്, അതാണ് ഞാൻ ബുക്കിൽ എഴുതിയിട്ടുള്ള ഡിസയർ. നമുക്ക് ബേസിക് നീഡ്സ് ഉണ്ട്, പിന്നെ നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളാണ് നമ്മുടെ വഴികാട്ടി. നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് ആഗ്രഹമാണ് കാണിച്ചിരുന്നത്. ആ ആഗ്രഹത്തിന് പിന്നാലെ പോകുമ്പോൾ നമ്മൾ ജീവിതത്തിൽ സഞ്ചരിക്കുന്നു.
അപ്പൊ നല്ല ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നല്ല ജീവിതം ഉണ്ടാവും. നമ്മുടെ ആഗ്രഹങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കാനാണെങ്കിൽ നമ്മൾ ദ്രോഹിക്കപ്പെടും, നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും. അത് നാച്ചുറൽ പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ച് അത് പോയിക്കൊണ്ടിരിക്കും. ആഗ്രഹം പോലെ നമ്മുടെ ആഗ്രഹം പോലെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. മാം പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് അത് നമ്മളിൽ ഇവോൾവ് ചെയ്യുന്ന പല എലമെന്റ്സ് അല്ലെങ്കിൽ പല മൊമെന്റ്സ് ഉണ്ടാവും ജീവിതത്തിൽ. പക്ഷേ എസ്പെഷ്യലി നമ്മൾ കുട്ടിയായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോഴോ പെട്ടെന്ന് നമുക്ക് കോൺഷ്യസ്നെസ് നമ്മളിൽ ഇവോൾവ് ആവും. പക്ഷേ ഇഫ് ദ മൈൻഡ് ഈസ് നോട്ട് റെഡി, മാം പറഞ്ഞതുപോലെ നമുക്കൊരു ഡെത്തിന് തുല്യമായൊരു സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോകും. ജസ്റ്റ് ലൈക്ക് എ പാനിക് ഡെത്ത്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ശരീരത്തിനോ ഒരു മനസ്സിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ജീവനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ജീവൻ വളരെ കൃത്യമായിട്ട് എല്ലാം ചെയ്യുന്നത്. അതിലൊരു പെർഫെക്ഷൻ കാണാൻ പഠിച്ചാൽ മതി. ഒന്ന് റിലാക്സ്, ആസ്വദിക്കൂ. ഇവിടെ എന്തൊക്കെയാ നടക്കണെന്നൊക്കെ ഒന്ന് നോക്കൂ. ഒരു കുഴപ്പമില്ല, എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നടക്കും, നിങ്ങൾ ഇവിടെ ഇല്ലെങ്കിലും നടക്കും. ജസ്റ്റ് റിലാക്സ്. എന്താ ഇവിടെ ഇത്ര വലിയ കാര്യം? ഒന്നുമില്ല. സോ ആരും ഇപ്പൊ ഒന്നും ചെയ്യണ്ട. നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം തോന്നുന്നത് അത് ചെയ്യൂ. നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ബാക്കിയുള്ളവർക്കും കൂടെ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് അതിഗംഭീരം. അത്രേ ഉള്ളൂ. ഡോണ്ട് ട്രൈ ടു ഇവിടെ മല മറിക്കാൻ നിൽക്കേണ്ട ആരും. ഇവിടെ ആരും സ്പിരിച്വലി ഐ ഹാവ് ടു ബി സ്പിരിച്വലി അവേക്ക് എന്ന് പറയണ്ട. അതിന്റെ സമയമാകുമ്പോ നിങ്ങൾ ഉണരും. ഇപ്പൊ നിങ്ങൾ എന്നേക്കുമായിട്ട് ബെഡിൽ പോയി കിടന്നുറങ്ങാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾ ഉണർന്നിരിക്കും. അപ്പൊ അലാം വെക്കണ്ടെന്നേ ഉള്ളൂ. ഞാൻ പറയാം, അലാം വെക്കണ്ട, എണീക്കുമ്പോ എണീക്കട്ടെ. വേണ്ട, അല്ലെങ്കിൽ ഉറങ്ങുന്ന അത്രയും ഉറങ്ങിക്കോളൂ. ക്ഷീണം ഉണ്ടാവുമായിരിക്കും. അത്രേ ഉള്ളൂ. നമ്മൾ എന്തിനാ ഇതിങ്ങനെ ചെയ്തേ പറ്റൂ, ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പാഴായി പോയി എന്ന് പറയാൻ? നിങ്ങൾ ജീവനാണ് എങ്ങനെ പാഴായി പോകുന്നത്? നിങ്ങൾക്ക് എന്താണോ ആസ്വദിക്കാൻ പറ്റുന്നത് അത് ചെയ്യൂ. ആൻഡ് ബി ഹാപ്പി വിത്ത് ഇറ്റ്. എല്ലാവരും ഒരേ കാര്യം ചെയ്യണ്ട. എല്ലാവരും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടല്ലല്ലോ ജീവൻ പല രൂപങ്ങൾ എടുത്തിട്ടുള്ളത്. പല അവസ്ഥകളും പല അനുഭവങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, ജീവനാണ് അത് ചെയ്യുന്ന ആ രൂപത്തില്. ഇറ്റ് ഈസ് ഓൾവേസ് പെർഫെക്റ്റ്. അതാണ് നമ്മൾ പറയുന്നത്, ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. Because it will continue. It's all perfect. It is that perfect life doing all things. It cannot go wrong. So relax. ഇതിന്റെ പാർട്ടായിട്ട് മാത്രം അങ്ങ് മാറുക. ഒന്നും ചെയ്യണം, മാറണ്ട. ആ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ ഉള്ള ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ട് സഹിച്ചോളൂ. അപ്പൊ അല്ലെങ്കിൽ മാറ്റിക്കോളും. ആ തെറ്റിദ്ധാരണ മാറ്റാനുള്ള വഴി എന്താന്ന് ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട് ഈ ലോകത്ത്. ഇഷ്ടംപോലെ ജ്ഞാനികൾ പലതും പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കൂ, വായിക്കൂ, അല്ലെങ്കിൽ മെഡിറ്റേഷനിലിരിക്കൂ. ആദ്യം എല്ലാവരും ചെയ്യേണ്ടത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കും. ഹാവ് സം ഫ്രൂട്ട്സ്, ഹാവ് സം വെജിറ്റബിൾസ്, ഹാവ് സം നട്ട്സ്, ഹാവ് ഓൾ ദാറ്റ്. ആൻഡ് നോൺ വെജ് കഴിക്കേണ്ട ആൾക്കാർ നോൺ വെജ് കഴിക്കട്ടെ. പക്ഷെ നമ്മൾ ചീഞ്ഞളിഞ്ഞ സാധനമല്ലല്ലോ കഴിക്കുന്നത്. സോ എവറിത്തിങ് ഹാസ് ഇറ്റ്സ് വേ. പക്ഷെ ഈ പാക്കറ്റിലുള്ള ചത്ത സാധനങ്ങള് അതിലൊന്നുമില്ല, ജീവനേ ഇല്ല. കുറെ പ്ലാസ്റ്റിക് പോലത്തെ സാധനങ്ങളൊക്കെയാണ് ഇപ്പൊ നമ്മൾ തിന്നുന്നത്. അപ്പൊ നമ്മുടെ മൈൻഡ് അതിനനുസരിച്ചാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ തിന്നുന്നവർക്ക് കോംപ്ലിമെന്ററി ആയിട്ട് കുറെ മരുന്ന് വരും. അപ്പൊ ആ ജീവിതം ഭയങ്കര ആർട്ടിഫിഷ്യലാണ്. അത് പോയി അവസാനിക്കുന്നത് വെന്റിലേറ്ററിലാണ്. ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളിലാണ് ഇത്രയും വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് നമ്മുടെ ഒരു ഫുഡ് കൾച്ചറിൽ വന്നിട്ടുള്ളതെന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ മാസ് ബിഗ് സ്കെയിൽ, വേൾഡ് സ്കെയിൽ സംഭവമാണ്. ഒരു കോൺസ്പിറസി ഈസ് ദേർ ബിഹൈൻഡ്. ഇറ്റ്സ് നോട്ട് എ കോൺസ്പിറസി, ഇറ്റ് ഈസ് ജസ്റ്റ് ബിസിനസ്, ഇറ്റ് ഈസ് മണി, ഇറ്റ് ഈസ് ഗ്രീഡ്, ഇറ്റ് ഈസ് ഹ്യൂമൻ ഗ്രീഡ്. സോ നിങ്ങൾ അതിന്റെ വിക്ടിം ആവുന്നുണ്ടെങ്കിൽ അതൊന്നും ഉണരൂ, അത് ചെയ്യാതിരിക്കൂ. നിങ്ങളാരും വീട്ടിൽ വന്നിട്ട് നിങ്ങളല്ലേ സൂപ്പർ മാർക്കറ്റിൽ പോയി ഇതൊക്കെ വാങ്ങിക്കുന്നത്. യു ഡു വാട്ട്. അതാ പറയുന്നത്, നിങ്ങൾക്ക് എന്തിനാണ് സന്തോഷം കിട്ടുന്നത് അത് ചെയ്യൂ. അത്രേ ഉള്ളൂ. മേഡം, അടുത്ത് നമ്മൾ ഈ മൂഡ് സ്വിങ്സ് ഡിസോർഡേഴ്സ്. അപ്പോൾ സാധാരണയായിട്ട് അത് നമ്മൾ പറയുന്നത് അത് സൈക്ലിക് വൺസ് ആണെന്ന് നമ്മൾ സാധാരണയായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ മാമിൻ്റെ ഇതിൽ പറയുന്നത് ഒന്നുകിൽ അത് അപ്വേർഡ് ആയിരിക്കും അല്ലെങ്കിൽ അത് ഡൗൺ. സൈക്ലിക്കൽ ആണ്, പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ സൈക്കിൾ ഇങ്ങനെയല്ല പോകുന്നത്. സൈക്കിൾ ഇങ്ങനെയാ പോകുന്നത്. അപ്പോ ഇതൊരിക്കലും നിന്നെടുത്ത് തന്നെ നിൽക്കുകയല്ല. ഇത് മുമ്പും എനിക്ക് ഇതന്നെ സംഭവിച്ചിട്ടെന്ന് പറയുമ്പോ നമ്മുടെ ലൈഫ് പക്ഷെ ഇത്ര സഞ്ചരിച്ചില്ലേ. അപ്പൊ അതേ സാധനമല്ല സംഭവിക്കുന്നത്. നിങ്ങളൊരു പാഠം പഠിച്ചില്ല എന്നുള്ളൂ. അപ്പൊ കുറച്ചും കൂടെ നല്ല അടി കിട്ടും. മൂന്നാമത്തെ അടി അതിനേക്കാൾ ശക്തമായിരിക്കും. അപ്പൊ സൈക്ലിക്കൽ ആണെങ്കിലും ഇത് സ്പൈറൽ ആണ്. ഇറ്റ്സ് എ സ്പൈറൽ വിച്ച് ഇസ് ഗോയിങ് അപ്പ് ഓർ ഡൗൺ. സോ യു ഹാവ് ടു ചെക്ക്. നിങ്ങൾ ഡൗൺവേർഡ് സ്പൈറൽ ചെയ്തോണ്ടിരിക്കുകയാണോ? എന്റെ ജീവിതത്തിൽ നടക്കുന്നത് വീണ്ടും വീണ്ടും നടക്കുന്നു, പക്ഷെ ഇനിയും ഇനിയും മോശമാവുകയാണോ ഇനിയും നന്നാവുകയാണോ എന്നുള്ളത് നമ്മൾ സ്വയം വേണം വിലയിരുത്താൻ. അപ്പൊ അതാണോ ഈ സ്റ്റെയർകേസ് ടു ഹെവൻ എന്ന് മാം പറഞ്ഞിരിക്കുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്
എല്ലാ പ്രാവശ്യവും ഡിപ്രഷൻ വരുന്നത് എപ്പോഴാണ്? നമുക്കൊരു തിരിച്ചറിവുണ്ടായി, നമ്മളോട് ഒരാൾ ഒരു സത്യം പറഞ്ഞു, നമുക്ക് ദഹിച്ചില്ല. അത് യൂഷ്വലി നമ്മുടെ ഉള്ളിലൊരു ഡിപ്രഷൻ ഉണ്ടാക്കും. ഉടനെ ഒരാൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത് വളരെ മോശമാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചു, അയാൾ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ചോദിച്ചു, അല്ല ഞാൻ സംസാരിച്ചില്ല, എന്താ പ്രശ്നം? ഒന്ന് ശരിക്കും ജെന്യുവൻലി അറിയാൻ വേണ്ടി ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒരു എക്സ്പ്രഷൻ ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് വളരെ ഹേർട്ട്ഫുൾ ആയിട്ട് തോന്നുമായിരിക്കും, നമുക്ക് കാണുന്നില്ലല്ലോ നമ്മുടെ എക്സ്പ്രഷൻ. അപ്പൊ ആദ്യം ഈ തിരിച്ചറിവ് ഉണ്ടായ വഴിക്ക് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒന്ന് ഡള്ളാവും. അയ്യോ, പക്ഷെ അതിന്നുള്ള തിരിച്ചറിവെന്ന് നമ്മുടെ അടുത്ത പ്രാവശ്യം നമ്മൾ അത് ചെയ്യാതിരുന്നാൽ നമ്മൾ പുരോഗമിക്കുകയാണ്. സോ ദാറ്റ് ഒരു ആങ്സൈറ്റി വന്നു. ഇത് വളരെ സിമ്പിൾ ആയിട്ട് സാധനം, റിയൽ ലൈഫിൽ വളരെ സ്ട്രോങ് ആങ്സൈറ്റി വന്നു. അതിന് ഒരു അറിവുണ്ടായി, അത് ആദ്യം ഡിപ്രഷൻ ക്രിയേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ തിരിച്ചു തുടങ്ങുന്നത് അടുത്ത സൈക്കിളാണ്, സ്പൈറൽ വിച്ച് ഇസ് ഗോയിങ് അപ്വേർഡ്. പക്ഷെ ഒരാൾ നമ്മളോട് ഇത് പറഞ്ഞു, നമ്മൾ പകരം പറഞ്ഞു, ഓ അവനാരാ എന്നെ പറ്റി ഇത് പറയാൻ, എന്താ പറയാ, അവൻ താഴേക്ക് പോയി. അപ്പൊ നമ്മൾ വീണ്ടും ഈ ബിഹേവിയർ ഇനിയും കാണിച്ചു, ഇനിയും ആൾക്കാർ നമ്മളെ അവോയ്ഡ് ചെയ്ത് തുടങ്ങി. നമ്മുടെ ലൈഫ് താഴത്തോട്ടാ പോകുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് ദ സെയിം, ഇറ്റ്സ് നോട്ട് വൺ സൈക്കിൾ ജസ്റ്റ് ഗോയിങ് ഓൺ ലൈക്ക് ദിസ്. ഇറ്റ് ഇസ് ഐദർ ഗോയിങ് അപ്പ് ഓർ ഇറ്റ്സ് ഗോയിങ് ഡൗൺ. നമ്മളവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയല്ല, അല്ല നമ്മളെവിടെയും കറങ്ങുന്നില്ല, ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഈ കറക്കം ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ഇഫ് യു ആർ പോസിറ്റീവ്ലി അതിനെ ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ന്യൂ ഏജ് ഫിലോസഫിയുടെ ഭാഗമായിട്ട് ഈ മാജിക്കൽ തോട്ട്സ് എന്ന് പറഞ്ഞ സംഗതിയുടെ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ധാരാളമായിട്ട് കേൾക്കുന്നുണ്ട്. സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്കും ലോ ഓഫ് അട്രാക്ഷനും ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആസ് എ ഒരു ക്ലിനിക്കൽ സൈക്കോളജി കഴിഞ്ഞ ഒരാൾ, അല്ലെങ്കിൽ സൈക്കോളജിയിൽ അത്രയും വലിയൊരു ബിരുദം നേടിയ ഒരാളെന്നുള്ള രീതിയിൽ മാം എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഈസ് ഇറ്റ് പോസിബിൾ ഓർ അങ്ങനെ? മാജിക്കൽ തിങ്കിങ് ഈസ് പാർട്ട് ഓഫ് ദാറ്റ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഐഡന്റിഫിക്കേഷൻ നമ്മൾ നേരത്തെ സംസാരിച്ചത്. എന്നുവെച്ചാൽ നമുക്ക് റിയൽ ചേഞ്ച് വരുത്താൻ വയ്യ നമ്മുടെ ലൈഫിൽ. അപ്പം നമ്മൾ വെറുതെ ചിന്തിച്ച് അത് ബെറ്ററായി, അതായത് വെറുതെ എനിക്കൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണ് എന്ന് പറഞ്ഞാൽ, എന്നുവെച്ചാൽ എനിക്ക് അല്ലെങ്കിൽ ശരിക്കും ഹാപ്പി ആവണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണം. വേണ്ട, ഞാൻ ഹാപ്പിയാണ്, ഞാൻ അങ്ങ് വിശ്വസിച്ചാൽ പോരെ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഈ മാജിക്കൽ തിങ്കിങ്. അത് പല ലെവലിലേക്ക് കൊണ്ടുപോകാം. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് എ ഗെയിം ഓഫ് ദ മൈൻഡ്. ഇറ്റ് വർക്ക്സ് ഫോർ യു. താൽക്കാലികമായിട്ട് നിങ്ങളൊരു നല്ല ഡാർക്ക് ഗ്ലാസ് വെച്ച് വന്നിട്ട് പറഞ്ഞു, നല്ല കാർമേഘം അല്ലേ, ഇപ്പൊ മഴ പെയ്യും. മഴ പെയ്യോ? ഇല്ല, നിങ്ങൾക്ക് കാർമേഘമുള്ള പോലെ തോന്നും. അപ്പൊ അത് ടെമ്പററി ആയിട്ടുള്ള ഒരു പിക്കോ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യും. പല സാധനങ്ങൾ അപ്പൊ സംഭവിക്കുന്ന പോലെ ഇരിക്കും, പക്ഷെ അത് ലോങ് ലാസ്റ്റിംഗ് അല്ല. ഇറ്റ് വിൽ നോട്ട് കണ്ടിന്യൂ. ആസ്ക്, ബിലീവ്, റിസീവ് മാമിന്റെ ബുക്കിൽ പറയുന്നുണ്ട് ഒരു അട്രാക്റ്റീവ് കോൺഷ്യസ്നസ് സീക്രട്ടിന്റെ. അതെ, അത് ആദ്യത്തെ ഏത് സ്റ്റേജിലാണോ നിങ്ങൾ ജീവിക്കുന്നത് ആസ്പദമായിട്ടിരിക്കും നിങ്ങൾ ആ സ്റ്റേജിൽ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ആദ്യം എല്ലാവരും ചെയ്യേണ്ടത്, ഞാൻ വിക്ടിം സ്റ്റേജിലാണോ ജീവിക്കുന്നത്, അതോ ഞാൻ അട്രാക്ടർ ആണ്, മാനിഫെസ്റ്റർ ആണെന്ന് വിചാരിച്ച് ജീവിക്കുകയാണോ, അതോ ഞാനൊരു ഇൻസ്ട്രുമെന്റ് ആണെന്ന് വിചാരിച്ച് ജീവിക്കുകയാണ്? ഇപ്പൊ പല ബ്രഹ്മചാരീസും സന്യാസിസും അവരെ തന്നെ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് ആദ്യം കരുതുന്നത്. പിന്നീട് ദേ ഹാവ് ദാറ്റ് റിയലൈസേഷൻ ഓഫ് അഹം ബ്രഹ്മാസ്മി, ഐ ആം ദാറ്റ്. ദെൻ ബീയിങ് ദാറ്റ് ആൻഡ് ലിവിങ് ദാറ്റ് യു റിയലൈസ് ദാറ്റ് there's nothing. സോ ഏത് സ്റ്റേജിൽ ജീവിക്കുന്ന ആളാണ് ഇത് കാണുന്നതനുസരിച്ചായിരിക്കും അവർ എടുക്കുന്ന നിലപാടും അവർ യൂസ് ചെയ്യുന്ന ടൂൾസും. ഇപ്പോൾ പാസ്റ്റ് ലൈഫ്സ് ഉണ്ടോ ഇല്ലയോ, നമ്മൾ യഥാർത്ഥത്തിൽ മരണത്തിന് ശേഷവും ജീവിച്ചിരിക്കുന്നുണ്ടോ, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു ബ്രെയിൻ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ മരിക്കുന്നുണ്ടോ, അതോ നമ്മുടെ ഉള്ളിൽ കോൺഷ്യസ് വർക്ക് ചെയ്യുന്നുണ്ടോ, തുടങ്ങിയ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ 2 പുസ്തകങ്ങൾ വളരെ, അല്ലെങ്കിൽ 2 ടെഡ് ടോക്സിലൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അത് വളരെ നല്ല ഒരു വിശദീകരണം തരുന്ന ഒന്നാണ്. ഒന്ന് ഡോക്ടർ ജിൽ ബോൾട്ടെ ടൈലർ സ്ട്രോക്ക് ഓഫ് ഇൻസൈറ്റും, അതുപോലെ തന്നെയാണ് എബൻ അലക്സാണ്ടറിൻ്റെ പ്രൂഫ് ഓഫ് ഹെവൻ എന്ന് പറഞ്ഞ 2 ബുക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ നോർമലി കാണുന്ന ഫിസിക്കൽ ബോഡി, അത് കഴിഞ്ഞിട്ടൊരു മെൻ്റൽ ബോഡി, അപ്പോൾ ഞാനതിന് സ്പിരിച്വൽ ബോഡി എന്ന് വിളിക്കുന്ന 3rd വൺ. അപ്പോൾ നമ്മുടെ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന സൂക്ഷ്മ സ്ഥൂല കാരണ ശരീരങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഇപ്രകാരത്തിൽ ഈ കോൺഷ്യസ്നെസ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളത് എന്നുള്ളത് ഈ ഒരു സ്ട്രോക്ക് ഓഫ് ഇൻസൈറ്റിൻ്റെ വെളിച്ചത്തിൽ മാമിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എനിക്ക് അവർ പറയുന്ന ആ കോൺസെപ്റ്റിൽ 100% യോജിപ്പില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ, ഈ സെൽഫോണിന്റെ എക്സാമ്പിൾ യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ക്ലൗഡ് ഉണ്ട്. നിങ്ങൾ അടുത്ത ഫോൺ വരുമ്പോൾ ആ ക്ലൗഡിൽ നിന്ന് തിരിച്ച് ഡൗൺലോഡ് ചെയ്യുന്നു. സോ എത്ര കപ്പാസിറ്റി ഉണ്ടോ നിങ്ങളുടെ റാം ആൻഡ് നിങ്ങളുടെ സ്പിരിച്വാലിറ്റി അനുസരിച്ച് യു ക്യാൻ റിക്കവർ മെമ്മറീസ്. സോ പാസ്റ്റ് ലൈഫ് മെമ്മറീസ് ആർ മെമ്മറീസ്, ദേ ആർ ലൈങ് ഇൻ ദ ക്ലൗഡ് വെദർ യു ടാപ്പ് ദം ഓർ നോട്ട്. അപ്പോൾ അത് ശരീരത്തിന്റെ ഉള്ളിലല്ല കോൺഷ്യസ്നസ്. കോൺഷ്യസ്നസ് ഈസ് ഇൻ ദ ബോഡി, ഈസ് ഇൻ കോൺഷ്യസ്നസ്. Consciousness is not your private property. Consciousness is all there is. Consciousness is life.
ഇറ്റ് ഇസ് കോൺഷ്യസ് എനർജി. അപ്പോൾ ആ കോൺഷ്യസ് എനർജി എന്ന ലൈഫാണ് ഇത് എല്ലാത്തിൻ്റെയും ഓണർ ആൻഡ് ദ വൺ ഹു ഇസ് മേക്കിംഗ് ഇറ്റ് മൂവ് ആൻഡ് ദ ഓൺലി തിങ് ദാറ്റ് എക്സിസ്റ്റ്സ്. അപ്പോൾ ദാറ്റ് ഇസ് യു. അപ്പോൾ അതിൻ്റെ താഴേക്കുള്ള എന്ത് പറഞ്ഞാലും ഇത് മിസ്കൺസെപ്ഷൻ ആയി പോകും. എല്ലാവരും അതാ ഞാൻ പറഞ്ഞ പല തലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്ന ഏറ്റവും മുകളിൽ നിന്ന് താഴേക്കുള്ള കാര്യങ്ങൾ. താഴ്ന്ന് മുകളിലേക്ക് കയറുന്നതും മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതും തമ്മിൽ 2 റൂട്ടാണ്. ഐ എം സേയിങ് സ്റ്റാർട്ട് ഫ്രം ദ ടോപ്പ്. അവിടുന്ന് പിന്നെ എല്ലാം ഈസിയർ ആണ്. ഇൻസ്റ്റെഡ് നമ്മൾ ഇത് ഓരോന്നിങ്ങനെ ചകഞ്ഞ് വരുന്നത് യു ആർ സ്റ്റിൽ പ്ലേയിങ് വിത്ത് ദ മൈൻഡ്. അതൊരിക്കലും തീരില്ല. ഇവിടെ തീരാത്ത അത്രയും തോട്ട്സും ഫിലോസഫീസും തിയറീസും എല്ലാം ഉണ്ട്. ഞാൻ പറയുന്നത് എത്ര പ്രായോഗികമാണോ, നിങ്ങൾക്ക് എന്താണ് റിയലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. പലരും അവരുടെ ചിന്താഗതി ഷെയർ ചെയ്തെങ്കിലും ആ ചിന്താഗതി കൊണ്ട് നിങ്ങൾക്ക് എന്തും വ്യത്യാസം ഉണ്ടായി. അതാണ് നോക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ചിന്താഗതികൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോയാൽ അതേ ഉള്ളൂ. എല്ലാവരും അവരുടെ ചിന്താഗതി ഡെയിലി ഇപ്പൊ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഈ കാണുന്നവനോ കേൾക്കുന്നവനോ വായിക്കുന്നവനോ എന്ത് വ്യത്യാസം അയാളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്? അതോ നിങ്ങൾ വെറുതെ കുറച്ച് സമയം വേസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ബ്രില്യൻ്റ് ആൻസർ. അപ്പോൾ റൂമിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റോട് കൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ റൂമി പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണോ അന്വേഷിക്കുന്നത് അത് നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ട് യു ആർ സെർച്ചിങ് ഫോർ ഈസ് റിയലി സെർച്ചിങ് വാട്ട് യു ആർ സെർച്ചിങ് ഈസ് റിയലി സെർച്ചിങ് ഫോർ യു. അപ്പോൾ അത് ജീവിതത്തിൻ്റെ ഒരു വലിയ ഘടകമായിട്ട് നമുക്ക് എടുക്കാം. മാം ഇതുവരെ പറഞ്ഞതും ഈ ബുക്കിൻ്റെ ഒരു കോണ്ടൻറ്റും ഇനി വരാൻ പോകുന്ന പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളുമെല്ലാം യഥാർത്ഥത്തിൽ ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് ഫോർ മാം ഓൺലി. ഇത് അന്വേഷിക്കുന്ന വേറെ ആരൊക്കെയോ ഉണ്ട്, അവർക്ക് വേണ്ടി ഇത് എഴുതപ്പെടുന്നൊരു സാധനമാണ്, അല്ലെങ്കിൽ പറയപ്പെടുന്നൊരു സാധനമാണ്. അപ്പോൾ ആക്ച്വലി ഇറ്റ് ഈസ് ദ വോയിസ് ഓഫ് ദ അവർ എന്ന് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ നീഡ് ഓഫ് ദ ടൈം എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പുതിയ പുതിയ എന്താ പറയുക വെളിപാടുകൾ വരട്ടെ, അല്ലെങ്കിൽ പുതിയ പുതിയ ഒരുപാട് അറിവുകൾ വരട്ടെ, അറിവാളരുടെ എണ്ണം കൂടി വരട്ടെ, എങ്കിൽ മാത്രമേ. കാരണം അന്വേഷിച്ച് പോയിട്ട് പലപ്പോഴും വഴിതെറ്റി നിൽക്കുന്ന പല ആൾക്കാരുണ്ട്. എവിടെയാണോ ഏത് വഴിക്കാണോ അതെ അതെ. അല്ല മാഡം ഇപ്പൊ ടോപ്പിൽ നിന്നാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞത് നോർമലി ആ രീതിയിൽ കണ്ടു തുടങ്ങിയാൽ അവർക്കൊരു വ്യത്യാസം ഉണ്ടാവും. ഈ കാഴ്ചപ്പാടിലാണ് ഫസ്റ്റ് വ്യത്യാസം വരേണ്ടത്. നമ്മൾ തെറ്റല്ല, നമ്മൾ ചെയ്യുന്ന ഒന്നും ഒരു പ്രശ്നമില്ല. ഇറ്റ് ഇസ് ലൈഫ് ഡൂയിങ് ഇറ്റ്. എങ്ങനെയാണോ ഇറ്റ് ഇസ് പെർഫെക്റ്റ്. ആ പെർഫെക്ഷൻ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം, സന്തോഷം, തൃപ്തി ഒക്കെ വന്നു തുടങ്ങുന്നത്. വാട്ട് എവർ യു ആർ ഡൂയിങ്, വാട്ട് എവർ. ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്തു പറയുന്നില്ല. എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് ഹാപ്പനിങ് ത്രൂ ദാറ്റ് വൺ ലൈഫ്. സോ സ്റ്റോപ്പ് ജഡ്ജിങ് ഇറ്റ് ആസ് ഗുഡ് ആൻഡ് ബാഡ്, റൈറ്റ് ആൻഡ് റോങ്. ആ ഡ്യുവാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് മൈൻഡാണ്. സോ യു വിൽ ഓൾവേസ് ബി സ്റ്റക്ക് അറ്റ് സ്റ്റേജ് 2 ഇഫ് യു ഡു ദാറ്റ്. ബിക്കോസ് മൈൻഡ് വിജയിക്കും. അത് പറയും ഇത് തെറ്റ്, ഇത് ശരി, അത് നല്ലത്, ഇത് ചീത്ത, ഇത് കൂടിയത്, അത് കുറഞ്ഞത്, ഇത് ചെയ്തോണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ എന്നും മൈൻഡ് എന്നുള്ള ആ ഒരു ചക്രവ്യൂഹത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. യു വിൽ നെവർ ഗെറ്റ് ഔട്ട് ഓഫ് സ്റ്റേജ് 2. യു വിൽ ഓൾവേസ് തിങ്ക് ദർ സംതിങ് മോർ ടു ഗെറ്റ് and there's somewhere to be. അക്കരെ പച്ച കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ മൈൻഡ് ഇത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ആദ്യം എല്ലാം എങ്ങനെയാണോ അത് ജീവനാണ് ചെയ്യുന്നത്. God is doing all things. There's nothing else. If you don't want to believe that, you have to believe that there is the opposite of God. Then you create the devil. Then you say God and the devil are fighting. Then you say all this. The mind is saying all. പക്ഷേ the truth is ഈ ഡിവിസിവ് തിങ്കിങ്, ദാറ്റ് ഇസ് ദ മൈൻഡ്. അത് സംഭവിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ആ മൈൻഡ് കളി തുടങ്ങി. ദാറ്റ് മീൻസ് യു ഹാവ് ബിക്കം കോൺഷ്യസ്നസ്. യു ആർ നൗ ദ CCTV. യു ആർ നൗ ദ വിറ്റ്നസ്. മൈൻഡ് പലതും കാണിക്കും, നമ്മൾ അതിന്റെ കളിക്ക് നിന്ന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് കോൺഷ്യസ്നസ് ആയിട്ട് ചെയ്യേണ്ടത്. ദിസ് ഇസ് സെൽഫ് റിയലൈസേഷൻ. ദിസ് ഇസ് ദ പ്രാക്ടീസ് ഓഫ് സെൽഫ് റിയലൈസേഷൻ. ദിസ് ഇസ് മെഡിറ്റേഷൻ. ടു ബി ഏബിൾ ടു ബി സെപ്പറേറ്റ് ഫ്രം ദ ബോഡി ആൻഡ് മൈൻഡ് ആൻഡ് വാച്ച് ഇറ്റ്. Then you will notice the mind and all the games it is playing. Then you are ready for the next stage 3, 4, 5. Okay, great words of wisdom. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം വെച്ചെങ്കിൽ പ്രിസൈസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക നോളജാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് മാം പറഞ്ഞതുപോലെ വോളിയൂംസ് ഓഫ് ബുക്സ് ഉണ്ട്, വോളിയൂംസ് ഓഫ് ഇൻഫർമേഷൻ, വിസ്ഡം, എവറിത്തിങ് ഈസ് ദെയർ. പക്ഷേ നമുക്കൊരു പ്രാക്ടിക്കൽ സെൻസിൽ ഒരു ബോട്ടിൽ അല്ലെങ്കിൽ ഒരു പാക്ഡ് വിസ്ഡം ആയിട്ടാണ് നമുക്കിപ്പം മാമിൻ്റെ ബുക്കിൽ പറയുന്നത്. മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് പ്രാക്ടിക്കൽ തിങ്സ് ഉണ്ട്. സോ നമുക്ക് നമ്മുടെ മൈൻഡിനെ, ബോഡിയെ, അതുപോലെ നമ്മുടെ സ്പിരിറ്റിനെയൊക്കെ എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്യാനും
മെൻഡ് ചെയ്യാനും അതിനെ ഒരു പ്രോപ്പർ ട്രാക്കിലേക്ക് കൊണ്ടെത്തിക്കാനും ഒക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ സംഭവിക്കും നമ്മൾ ഈ പറഞ്ഞ സ്പൈറൽ സ്റ്റെയർ കേസിൽ പോലും കയറാതെ നമ്മൾ ഈ പറഞ്ഞ സൈക്കിളിനകത്ത് കിടന്ന് മാത്രം വട്ടം ചുറ്റിക്കൊണ്ടിരിക്കും. അതാണ് അപ്പോൾ മാമിൻ്റെ ഈ വളരെ തിരക്ക് പിടിച്ച ഷെഡ്യൂളുകളുടെ ഇടയിൽ അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം അനുഭവിച്ചതിന് വളരെ സന്തോഷം. അതിനെങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. മേ ബി ദിസ് ഇസ് മാഡത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ഡിസിഷൻ ഓഫ് ദ യൂണിവേഴ്സ് ആണ്. അപ്പോൾ എങ്കിലും ഇന്നത്തെ ഈ ഒരു ദിവസം ഇങ്ങനെ സംഭവിക്കുന്നതിന് കാരണമായിട്ടുള്ള ജ്ഞാതവും അജ്ഞാതവുമായ എല്ലാ നിമിത്തങ്ങൾക്കും പ്രണാമം. അപ്പോൾ അതിലേറ്റവും എന്താ പറയുക, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഇത്രയും ലൈവായിട്ട് ഇത്രയും നാച്ചുറലായിട്ട് ഫ്രം ദ ഹാർട്ട് അതാണ് ഞാൻ പറയുന്നത്. കാരണം അത്രയും എനിക്കും വന്നപ്പോൾ കുറച്ച് ഇൻഹിബിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഹൗ ടു ഡീൽ വിത്ത്, പക്ഷേ ഇറ്റ് വാസ് സോ പ്ലസൻറ്റ്. ഭയങ്കര ഹൈലി അഡ്ജസ്റ്റബിൾ ആയിരുന്നു. കാരണം വെച്ചാൽ ഞങ്ങൾ അവിടെ പുറത്ത് വെച്ച് ഷൂട്ട് ചെയ്യാനൊക്കെ നോക്കി, കുറച്ച് ഓട്സ് ഉണ്ടായിരുന്നു. പക്ഷേ മാം അതിനെല്ലാത്തിനും നമുക്ക് വളരെ പോസിറ്റീവായിട്ടൊരു സംഭവിക്കും. എക്സാക്ട്ലി. അപ്പോൾ അത് നമ്മളിതൊക്കെ വായിച്ചറിയണമെങ്കിലും ആക്ച്വലി ഇത് എഴുതിയ ആൾ തന്നെയാണോ മാഡം റിയൽ എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. ബിക്കോസ് മാം ആ ലൈം ലൈറ്റിലിരിക്കുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ എക്സ്പെക്ടേഷൻസിൻ്റെ ഒരുപാട് അപ്പുറമായിരുന്നു. ജസ്റ്റ് ലൈക്ക് ദ ബുക്ക്. ഞാൻ ആ ബുക്ക് വായിച്ചു തുടങ്ങുമ്പോഴും എനിക്കൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. ഐ വാസ് എ ലിറ്റിൽ ബിറ്റ് സ്ലൈറ്റ് പ്രജുഡിസ്. പക്ഷേ ബുക്കിൻ്റെ അവസാനം എത്തുമ്പോഴത്തേക്ക് വളരെ എന്താ പറയുക, ക്ലിയർ ക്രിസ്റ്റൽ ക്ലാരിറ്റി ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ്. നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഈ 3 വർഷമായിട്ട് നിങ്ങൾ പറയുന്നതിന് വളരെയധികം വിശ്വസിക്കുന്ന ഓഡിയൻസ് ആണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ വെൻ യു ജെന്യുവൻലി സേ ദിസ്, ഐ തിങ്ക് എ ലോട്ട് ഓഫ് പീപ്പിൾ വിൽ നൗ ലുക്ക് ഫോർ ദ ബുക്ക് ആൻഡ് ബൈ ഇറ്റ്. സോ ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ്, ഇതാണ് ഇപ്പോൾ പുതിയ കവർ. പഴയ കവർ ഇതായിരുന്നു. ഇതിപ്പോൾ പെൻഗ്വിൻ കവറാണ്. സോ പെൻഗ്വിൻ ബുക്സ് ആണ് ഇപ്പോൾ ഇത് എടുത്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അവൈലബിൾ at all Penguin bookstores, airportസിലുണ്ട്, പ്ലസ് ആമസോണിൽ അവൈലബിൾ ആണ്. സോ ഈ ഇൻ്റർവ്യൂ കണ്ടിട്ട് ബിറ്റ്സ് ആൻഡ് പീസസ് എവിടെയോ കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബുക്ക് വായിച്ചാൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഞാൻ വർത്താനം പറയുന്നതിൻ്റെക്കാളും സിമ്പിളാണ് എൻ്റെ എഴുത്ത് ഭാഷ. ഇതിപ്പോൾ ഇംഗ്ലീഷിലാണ് അവൈലബിൾ ഉള്ളത്. മലയാളം മാത്രം വായിക്കുന്നവരാണെങ്കിൽ DC ബുക്സ് ഇസ് ബ്രിങ്ങിങ് ഔട്ട് ദ ബുക്ക്. അപ്പോൾ അത് അങ്ങനെ അവൈലബിൾ ആയിരിക്കും. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഈ ബുക്കിന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പബ്ലിസിറ്റി തന്നെയായിരിക്കും ഈ ഇന്റർവ്യൂ. ലെറ്റ് ഇറ്റ് ബി സോ മാം. അപ്പോൾ ഇത് ഞാൻ മേടിച്ച ബുക്കാണ്. മാമിൻ്റെ ഒരു സൈൻ പ്ലീസ്. Nice, looks very interesting. Wish you all the best. Thank you. ഞാനിതിൻ്റെ ഒരു PDF അടുത്തിന് തന്നാൽ എനിക്കൊരു പേജ് ഒന്ന് സ്ക്രിബിൾ ചെയ്ത് തരാൻ പറ്റുമോ? ജസ്റ്റ് ഒരു ലൈക്ക് ഫോർവേഡ് ഓർ ഒരു എന്തെങ്കിലും ഒന്നായിട്ട്. ഇത് ഫുള്ളി കഴിഞ്ഞാണോ? പബ്ലിഷിംഗ് റെഡിയാണ്. ഇപ്പോൾ ഫൈനൽ എഡിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു കാര്യം, ഞാൻ ഇതിനകത്തുള്ള ഒരു 4-5 ഫോർവേഡ് മാഡത്തിന് അയച്ചു തന്നിട്ട് മാഡത്തിന് വിഷ് മതി. ഒരു ബെസ്റ്റ് വിഷസോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഫൈൻ. ആൻഡ് ഇത് സൈക്കിക് മീഡിയം തെരേസ മാഡത്തിൻ്റെ ഒരു ബുക്കാണ്. സോ ഐ ആം ജസ്റ്റ് ഗോയിങ് ടു പ്രസന്റ് ഓൺ ടു യു. ഷീ ഈസ് ഫ്രം ലിത്വാനിയ. ആക്ച്വലി ഷീ ഈസ് എ മലയാളി. പൊളിറ്റിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. സോറി, പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആണ്. ഇത് ലീല പ്രഭു, ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ഡോക്ടർ സുധീർ കിടങ്ങൂർ സാറിന്റെ പുസ്തകമാണ്. ഇത് ആക്ച്വലി സാറിന് കൊടുക്കാന്ന് വിചാരിച്ചു. മാഡം തന്നെ കൊടുത്താൽ മതി. പിന്നെ ഇതിൽ ഞാനൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് ലാസ്റ്റില്, ത്രിപുടികളുടെ സംഗമം. സന്തോഷം. ഓക്കെ, താങ്ക് യു.